നമസ്കാരം. രാജ്യം വീണ്ടും ഒരു പൊതുതെരഞ്ഞെടുപ്പിന് കൂടി സാക്ഷ്യം വഹിക്കുകയാണ്. വാഴുന്നതും വീഴുന്നതും ആരെന്നറിയാൻ ആകാംക്ഷയോടെ പൊതുജനങ്ങളും. കഴിഞ്ഞ 5 വർഷത്തെ BJP ഭരണം രാജ്യത്ത് നേട്ടങ്ങൾ കൊണ്ടുവന്നുവോ? പ്രതിപക്ഷത്തിൻ്റെ ഇടപെടലുകൾ ഫലപ്രദമായിരുന്നുവോ? നമുക്ക് ചർച്ച ചെയ്യാം പടക്കളത്തിൽ. നമുക്കൊപ്പം അണിചേരുന്നു വിശിഷ്ടാതിഥികൾ. BJP തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് S. സുരേഷ്, KPCC മാധ്യമവിഭാഗം മെമ്പർ അഡ്വക്കേറ്റ് BRM ഷഫീർ, CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗവും യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാനുമായ P. ബിജു. രാജ്യം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം എപ്പോഴും ചർച്ചാ വിഷയമാണ്. ഒരുപക്ഷെ കേരളത്തിലെ 20 പാർലമെന്റ് മണ്ഡലങ്ങളിലും ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലം, വാശിയേറിയ വീറുറ്റ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം. കഴിഞ്ഞ 10 വർഷക്കാലം കോൺഗ്രസ്സാണ് ഈ മണ്ഡലം പരിപാലിച്ചു പോരുന്നത്. BJPയുടെ 5 വർഷത്തെ ഭരണം രാജ്യത്ത് എന്തൊക്കെയാണ് നേട്ടങ്ങൾ കൊണ്ടുവന്നത്? പടക്കളത്തിൽ നമുക്ക് പരിശോധിക്കാം. അഡ്വക്കേറ്റ് S. സുരേഷ്, വലിയ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് BJP 5 വർഷം ഭരിച്ച് ആ ഭരണത്തിന്റെ കാലാവധി അവസാനിക്കാൻ പോകുമ്പോൾ എന്തൊക്കെയാണ് BJP ഉയർത്തിക്കാട്ടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്? പ്രാദേശികമായ വിഷയങ്ങൾക്കപ്പുറം ദേശീയ തലത്തിലുള്ള വിഷയങ്ങൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ BJPയുടെ അവകാശവാദങ്ങൾ എന്തൊക്കെയാണ്? തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തെ മുൻനിർത്തിക്കൊണ്ട് പരിശോധിക്കുമ്പോൾ, ദേശീയ വിഷയങ്ങൾ മുൻനിർത്തി പരിശോധിക്കുമ്പോൾ BJPയുടെ അവകാശവാദങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? BJP എന്തു പറഞ്ഞുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്? ഈ രാജ്യത്ത് 60 വർഷക്കാലം കോൺഗ്രസും ചില സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് ചേർന്നുള്ള ഭരണമാണ് നടന്നിരുന്നത്. അങ്ങനെയുള്ള 60 വർഷവും കഴിഞ്ഞ 5 വർഷം, അതായത് 60 മാസം, ആ 60 മാസത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണവും തമ്മിലുള്ള ഒരു താരതമ്യമായിരിക്കണം ഈ തെരഞ്ഞെടുപ്പ് എന്നത്. ഏറ്റവും ആദ്യം ഉയർത്തിപ്പിടിച്ചത് BJP ആണ്. പ്രധാനമന്ത്രി തന്നെയാണ് അത്തരത്തിലുള്ളൊരു ക്യാമ്പയിൻ ആരംഭം കുറിച്ചത്. അതേ ക്യാമ്പയിൻ തന്നെയാണ് ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. 60 വർഷം കൊണ്ട് ഈ രാജ്യം അഴിമതിയുടെയും അരാജകത്വത്തിൻ്റെയും അതോടൊപ്പം തന്നെ വർഗീയ കലാപങ്ങളുടെയും സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ദരിദ്രർ ദൈനംദിനം കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് നിപതിക്കുകയും പട്ടിണി പാവങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സ്വപ്നവും ഉണ്ടാക്കാത്ത സാഹചര്യവുമാണ് 60 വർഷം ഈ രാജ്യം കണ്ടതെങ്കിൽ, കഴിഞ്ഞ 60 മാസമായിട്ട് ഈ രാജ്യത്ത് അഭൂതപൂർവമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ദേശീയ തലത്തിൽ ഈ ഗവൺമെൻറ് എന്ന് പറയുന്നത് പാവപ്പെട്ടവനുമായിട്ട് ഒരുമിച്ച് നിൽക്കുന്നൊരു ഗവൺമെൻറ്റാണ്. ഈ രാജ്യത്ത് 60 വർഷക്കാലമായിട്ട് ദരിദ്ര ജനവിഭാഗങ്ങൾക്ക് നേരെ മുഖം തിരിച്ചു നിന്ന ഭരണകൂടങ്ങൾക്ക് മുഴുവൻ ബദലായി ദരിദ്ര ജനവിഭാഗങ്ങളുടെ ഭാഗമായിട്ടുള്ളൊരു ഭരണകൂടമായിട്ട് ഈ സർക്കാർ മാറിയിരിക്കുന്നു. അതേ സമയത്ത് തന്നെ 5 ലക്ഷം രൂപയുടെ നികുതിയുടെ വരുമാന പരിധി ഉയർത്തിക്കൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരനും ആ ശരാശരിക്കാരനും ഗുണകരമായിട്ടുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നു. അതേ സമയത്ത് കള്ളന്മാരെയും പൂഴ്ത്തിവെപ്പുകാരെയും നിയന്ത്രിക്കാനും നിലയ്ക്ക് നിർത്താനുമായിട്ട് നോട്ട് നിരോധനം പോലെയുള്ള ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവന്ന് 12 ലക്ഷം കോടി രൂപ കറൻസി, ആ കറൻസിയിൽ 0.93% ഒഴികെ ബാക്കി എല്ലാ കറൻസിയും ബാങ്കുകളിലേക്ക് എത്തിച്ച് ഈ രാജ്യത്തിൻ്റെ പൊതുധാരയിലേക്ക് എത്തിച്ചുകൊണ്ട് വലിയൊരു പരിവർത്തനം വരുത്തി. ഇതിൻ്റെയൊക്കെ ഗുണം ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഈ രീതിയിൽ പാവപ്പെട്ടവൻ ദരിദ്ര ജനവിഭാഗം മുതൽ ഈ രാജ്യത്തിലെ 125 കോടി ജനതയെയും വ്യക്തിപരമായിട്ട് അവരുടെ ജീവിതത്തിലും അവരുടെ പ്രവൃത്തിയിലും അവരുടെ സാഹചര്യത്തിലും ഗുണം ചെയ്യുന്ന ഒരു ഭരണകൂടമായിട്ട് ഈ 5 വർഷം കൊണ്ട് നരേന്ദ്രമോദിയുടെ ഭരണകൂടം മാറിയിരിക്കുന്നു. അതാണ് ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഈ തിരുവനന്തപുരവും നരേന്ദ്രമോദിയുടെ ഭരണവുമായിട്ട് എന്താണ് ബന്ധം എന്നുള്ളതാണ്. ഈ തിരുവനന്തപുരത്ത് നമുക്കറിയാം, പ്രതിപക്ഷത്ത് ചെന്നിരുന്ന് കൂകി വിളിക്കാൻ വേണ്ടിയുള്ള ഒരു MP യാണ് ദൗർഭാഗ്യവശാൽ തിരുവനന്തപുരം ജയിപ്പിച്ചു വിട്ടത്. ആ MP തിരുവനന്തപുരത്തെ വഴി ഏത്, തിരുവനന്തപുരത്തെ പഞ്ചായത്ത് ഏത്, സിറ്റി ഏത് എന്ന് പോലും തിരിച്ചറിവ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ഒരു MP അവിടെ ചെന്നിരുന്നു. ആ MP അവിടെ ചെന്നിരുന്നതിൻ്റെ ഫലമായി ഒരു ഗുണവും ഈ നഗരത്തിനുണ്ടായിട്ടില്ല. അദ്ദേഹം മുമ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹം നേതൃത്വം നൽകുന്ന ഭരണകൂടമായിരുന്നു 10 വർഷക്കാലം ഈ രാജ്യം ഭരിച്ചത്. ആ സമയത്ത് കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചപ്പോഴോ അദ്ദേഹം കേന്ദ്രമന്ത്രി ആയിരുന്നപ്പോഴോ
ഈ തിരുവനന്തപുരത്തിന് വേണ്ടി നയാ പൈസയുടെ പണിയെടുത്തിട്ടില്ല. പക്ഷെ ഇന്ന് നരേന്ദ്രമോദി ഇന്ത്യ ഭരിച്ചതിന് ശേഷം ഈ തിരുവനന്തപുരത്ത് 5000 കോടി രൂപയുടെ എങ്കിലും വികസന പദ്ധതികൾ ഈ 5 വർഷത്തിനുള്ളിൽ ഈ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. അത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യമാണെങ്കിലും ഇപ്പോൾ നോക്കി നിൽക്കെ വികസിച്ചുകൊണ്ടിരിക്കുന്ന കഴക്കൂട്ടം കാരോട് ദേശീയപാതയുടെ കാര്യമാണെങ്കിലും ശിവഗിരി സർക്യൂട്ട് എന്ന രീതിയിൽ 100 കോടി രൂപ അനുവദിച്ച പദ്ധതിയുടെ കാര്യമാണെങ്കിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വികസനത്തിന് വേണ്ടി അനുവദിച്ച 100 കോടി രൂപയാണെങ്കിലും നേമം റെയിൽവേ സ്റ്റേഷന്റെ പൂർത്തീകരണത്തിന് അതിന്റെ സെക്കൻഡ് ടെർമിനൽ എന്ന നിലയിൽ അത് വികസിപ്പിക്കാൻ വേണ്ടി പ്രഖ്യാപിച്ച 276 കോടി രൂപയാണെങ്കിലും അങ്ങനെ കോടാനുകോടി രൂപയുടെ വികസനം ഈ തിരുവനന്തപുരം നഗരത്തിൽ മാത്രം കൊണ്ടുവരാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചു. അഡ്വക്കേറ്റ് BRM ഷഫീർ, 60 വർഷം 60 മാസം താരതമ്യമാണ് സുരേഷ് നടത്തിയിരിക്കുന്നത്. എങ്ങനെയായിരുന്നു BJPയുടെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണം? ജനങ്ങൾക്ക് എന്ത് നേട്ടമാണ് കൊണ്ടുവരാൻ കഴിഞ്ഞത്? ഒക്കെ പരിശോധിക്കണം. എന്താണ് കോൺഗ്രസിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഷഫീറിന്റെ വിലയിരുത്തൽ ഈ ഭാഗത്ത്? ബഹുമാനപ്പെട്ട സുരേഷ്, 60 വർഷത്തിന്റെയും 5 കൊല്ലത്തിന്റെയും താരതമ്യം പറഞ്ഞല്ലോ. 60 കൊല്ലത്തെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്തു എന്നുള്ളതിന്റെ ഉത്തരമാണ് നിങ്ങൾ 5 കൊല്ലം ഉണ്ടാക്കി വെച്ച് കുറെ പ്രതിമകൾ ഉണ്ടാക്കി വെച്ചതുപോലെയല്ല 60 കൊല്ലക്കാലം ഈ രാജ്യത്ത് കോൺഗ്രസ് അയച്ചുകൊണ്ടുപോയത്. നിങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് തീവ്രവാദികൾ വന്നപ്പോൾ എടുത്തിട്ടത് അദ്ദേഹത്തെ അവരെ അടിച്ചോടിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയത്, അല്ലെങ്കിൽ എടുത്ത് മറച്ചിട്ട് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ പ്രതിമകളല്ല ഉപയോഗപ്പെടുത്തിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച മെഗും മിറാഷുമാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകും. 2 റാഫേലും എന്തുകൊണ്ട് ചർച്ച ചെയ്യാം? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ കണ്ടെത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഈ രാജ്യത്തെ വീണ്ടെടുക്കാൻ കിട്ടുന്ന ഒരു അവസരമായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. 5 കൊല്ലം കൊണ്ട് കുറെ ശതകോടീശ്വരന്മാരെ രക്ഷപ്പെടുത്തിനപ്പുറം എയർപോർട്ടുകൾ അടച്ചിട്ടുകൊണ്ട് എയർപോർട്ടുകളുടെ ഗ്രീൻ സിഗ്നൽ വഴി ശതകോടീശ്വരന്മാരെ ഈ രാജ്യത്തിലെ മുഴുവൻ കൊള്ളയടിച്ചു കൊണ്ടുപോയ അംബാനിമാരെ പോലെ, അദാനിമാരെ പോലെ, വിജയമല്യമാരെ പോലുള്ള ശതകോടീശ്വരന്മാരെ രാജ്യത്തിന് പുറത്തേക്ക് ധനകാര്യ വകുപ്പ് മന്ത്രിയുമായി ചർച്ച ചെയ്തിട്ട് പോകാനുള്ള അവസരം കൊടുത്തതിനപ്പുറം ഈ രാജ്യത്തിലെ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി അവരെന്ത് എന്നാ പറയുന്നത്? മനുഷ്യനേക്കാൾ മൃഗങ്ങൾക്ക് പരിഗണന കൊടുത്തതിന്റെ ഫലമായിട്ടല്ലേ ആൾക്കൂട്ട കലാപങ്ങൾ എത്ര എണ്ണം ഉണ്ടായത്? 43 ആളുകളെ അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയില്ലേ പശുവിന്റെ പേരിൽ? ഇനി നിങ്ങൾക്കറിയാം, കോൺഗ്രസ് പാർട്ടി കൃഷിക്കാർക്ക് വേണ്ടി 73,000 കോടി രൂപയുടെ കൃഷിക്കാരുടെ ലോണുകൾ വൈവർ ചെയ്ത പാർട്ടിയെ അവർ പരിഹസിക്കുമ്പോൾ ഈ രാജ്യത്ത് കാലുപൊള്ളി, രാജ്യത്ത് നടന്നു പോകുന്ന കർഷകൻ കാലുപൊള്ളി കാണിച്ചിട്ട് രാജ്യത്തിലെ ഇന്ത്യൻ ഭരണാധികാരിയുടെ മുമ്പിൽ യാചിക്കേണ്ട കൃഷിക്കാരന്റെ ഒരു ലോകം നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? 27,000 കൃഷിക്കാർ ആത്മഹത്യ ചെയ്ത ഇന്ത്യ, ആ ഇന്ത്യയെ നരേന്ദ്രമോദി എങ്ങനെയാണ് അഡ്രസ് ചെയ്യാൻ പറ്റുക? അതുപോലെ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ അവർ തകർത്തില്ലേ? ഇവർ CBIയെ തകർത്തു, എൻഫോഴ്സ്മെന്റ് തകർത്തു, അതുപോലെ തന്നെ ഇന്ത്യൻ പാർലമെന്റിനെ തകർത്തു, ജനാധിപത്യത്തെ തകർത്തു, സുപ്രീം കോടതിയിൽ വരെ ഇടപെടൽ ഉണ്ടായി എന്ന് പറഞ്ഞ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് റിട്ടയർ ചെയ്തതിനു ശേഷം നടത്തിയ പത്രസമ്മേളനങ്ങൾ കണ്ടില്ലേ? അപ്പോൾ കോടതികളെ തകർത്തു, CBIയെ തകർത്തു, എല്ലാത്തിനേക്കാളും ഉപരിയായി മിലിറ്ററി അവർ തകർത്തില്ലേ? ഇപ്പോ ഇവർ പറഞ്ഞല്ലോ, രാജ്യസുരക്ഷ ഇതുപോലെ അപകടത്തിൽപ്പെട്ടൊരു കാലഘട്ടം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? 350 ഗ്രാം ബീഫും കൊണ്ട് പോയവനെ അടിച്ചു കൊന്ന രാജ്യത്താണ്. 350 ഗ്രാം ബീഫും കൊണ്ടുപോയവൻ അടിച്ചു കൊന്ന രാജ്യത്ത് 350 കിലോ RDXുമായിട്ട് 2000 CRPF കോൺവോയുടെ ഇടയിലേക്ക് അവൻ കയറിയിട്ട് എവിടെ രാജ്യസുരക്ഷ എവിടെയായിരുന്നു? ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, രാജ്യം ഇതുപോലെ പ്രതിരോധ രംഗത്ത് പുറകോട്ട് പോയ കാലഘട്ടമുണ്ടോ? പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ യാചിക്കേണ്ട ഗതികളിലേക്ക് ഈ രാജ്യത്തിന്റെ സുരക്ഷയെ കൊണ്ടുവന്ന് എത്തിച്ചില്ലേ? പിന്നെ ഇവിടെ BJPക്കാരൻ അധികാരത്തിൽ കയറാനാണോ കോൺഗ്രസിന്റെ കൗൺസിലർമാരിക്കുന്നത്? ഇവിടെ BJP അധികാരത്തിൽ കെട്ടേണ്ട ധാർമ്മിക ഉത്തരവാദിത്തം കോൺഗ്രസിനില്ലല്ലോ. ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടുമായിട്ട് മുന്നോട്ട് പോകും. പിന്നെ നേരത്തെ പറഞ്ഞു, ഇദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, കാരോട് ഹൈവേ MP ആയിരുന്നല്ലോ ശ്രീ രാജഗോപാൽ. ഞാൻ ഒറ്റ ചോദ്യം ചെയ്യാം. ശശി തരൂരിന്റെ 10 കൊല്ലക്കാലത്തെ വികസന പ്രവർത്തനങ്ങളും 3.5 കൊല്ലത്തെ രാജഗോപാലിന്റെ നേമത്തെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരു ധവളപത്രം പുറപ്പെടുവിക്കാൻ, ഒരു സംഭവം നടത്താൻ BJP വെല്ലുവിളിക്കുക. കാരോട് 45 കൊല്ലത്തിന് ശേഷം വെല്ലുവിളി BJP ഏറ്റെടുക്കുന്നു. രാജഗോപാലിനെയും ശശി തരൂരിനെയും താരതമ്യം അട്ടർ ഫെയിലർ MLA ആണെന്ന് പറഞ്ഞത് BJPയുടെ ജില്ലാ കമ്മിറ്റിയാ. അട്ടർ ഫെയിലർ MLA ആണെന്ന് പറഞ്ഞത് BJP. BJPയുടെ ജില്ലാ പ്രസിഡന്റ് ഞാനാണ്. എന്റെ വക്താവായിട്ട് നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു കോൺഗ്രസ് അതായത് BJPയും UDFും മുന്നോട്ട് വയ്ക്കുന്ന വികസന കാഴ്ചപ്പാടിനപ്പുറം LDF ഒരു മതേതര ബദൽ കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ് മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടുകൾ LDFന്റേത്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും എന്താണ് ഇക്കാര്യത്തിൽ LDF സ്വീകരിക്കുന്ന നയം? ശ്രീ ബിജു.
ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ രാജ്യത്ത് ഭരണത്തിൽ പുതിയതായി ആര് വരണം എന്നതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിനും അതിൻ്റെ റിസൾട്ടും. അതിൽ വിലയിരുത്തപ്പെടേണ്ടത് ഒന്ന് 2014 BJP മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ. ആ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ അത് യുവാക്കളുടെ തൊഴിലായിക്കോട്ടെ, കർഷകരെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, സബ്സിഡികളുടെ കാര്യമായിക്കോട്ടെ, ഇത്തരം ജനകീയ പ്രശ്നങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യാൻ കഴിയാത്ത വിശ്വാസ്യതയില്ലാത്ത ഒരു രാഷ്ട്രീയ നേതൃത്വമാണ് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയുള്ള വിധിയെഴുത്തായിരിക്കും പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവാൻ വേണ്ടി പോകുന്നതും. അതോടൊപ്പം ഈ ഭരണമുണ്ടാക്കിയിട്ടുള്ള രാജ്യത്തുണ്ടാക്കിയിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ രാജ്യത്ത് സാധാരണക്കാരൻ്റെ ജീവിതം വല്ലാതെ പ്രയാസപ്പെടുത്തി. ഇപ്പോൾ സുരേഷ് ഇവിടെ പറഞ്ഞു, സുരേഷ് കുറേ വികസനം പറഞ്ഞു. ഇതൊന്നുമല്ല ഇവർ ജനങ്ങളോട് പറഞ്ഞത്. ഇവർ ജനങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ 15 ലക്ഷം രൂപ കള്ളപ്പണം മുഴുവൻ തിരിച്ചു കൊടുക്കും. ഈ 5 വർഷം കഴിഞ്ഞ് ഇവർ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇവർ ജനങ്ങളോട് പറയണം കള്ളപ്പണം എത്ര കൊണ്ടുവന്നു. ഞങ്ങൾ ഒരു വർഷം 2 കോടി പേർക്ക് തൊഴിൽ കൊടുക്കും, 10 കോടി പേർക്ക് നിങ്ങൾ കൊടുത്തോ? 10 കോടി പേർക്ക് കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ എക്കണോമിക് ടൈംസ് അതിൻ്റെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. 45 വർഷത്തെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ രാജ്യത്ത് നിലനിൽക്കുന്നു. കാർഷിക മേഖലയിൽ തെരഞ്ഞെടുപ്പ് പത്രികയിൽ അവർ അടിച്ചു വെച്ചതാണ് കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് 1.5% ഇരട്ടി, ഉൽപാദന ചെലവിൻ്റെ 1.5% ഇരട്ടി താങ്ങുവില പ്രഖ്യാപിച്ച് അവരെ സംരക്ഷിക്കും. രാജ്യത്ത് കർഷകർ ആത്മഹത്യ ചെയ്യുന്നു. ദളിതന് മീശ വയ്ക്കാൻ വയ്യ, കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂളില്ല, പക്ഷേ പശുക്കൾക്ക് കിടക്കാൻ സ്കൂളുണ്ട്. വിശ്വാസത്തിൻ്റെ പേർ ജനങ്ങളെ അടിച്ചൊതുക്കുകയാണ്. വലിയ തോതിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്നു. ഇപ്പോൾ എത്രയാ ടാക്സ് പെട്രോളിൻ്റെ ഡീസലിൻ്റെ 10 ലക്ഷം കോടിയാണ് അവർക്ക് കൈക്കലാക്കിയത്. 20 രൂപയാണ് ഒരു ലിറ്റർ പെട്രോളും ഡീസലും അടിക്കുമ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരിൽ നിന്ന് കീശയിലാക്കുന്നതും. സബ്സിഡികൾ കോൺഗ്രസിനെതിരെ ഇവർ എടുത്തിട്ടുള്ള നിലപാടെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് 2 ഇന്ത്യയെ സൃഷ്ടിക്കുന്നു. പണക്കാരുടെ ഇന്ത്യ, പാവങ്ങളുടെ ഇന്ത്യ. പാവങ്ങൾക്ക് സബ്സിഡി ഇല്ല, ആഹാരമില്ല, പട്ടിണിയാണ്, എല്ലാമാണ്. സമ്പന്നർക്ക് വേണ്ടി എല്ലാം ചെയ്തുകൊണ്ട് എന്താണ് സബ്സിഡിയുടെ സ്ഥിതി? എല്ലാത്തിൻ്റെയും വില വർദ്ധിച്ചു കൊണ്ടുവരുന്നു. സാധാരണക്കാരൻ്റെ ജീവിതം പ്രയാസപ്പെടുത്തുന്ന നയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി വിശ്വാസത്തിൻ്റെ പേരിൽ ജനങ്ങളെ തല്ലിക്കൊല്ലുന്നു. മറ്റൊന്ന് അവർ ഉന്നയിച്ച വിഷയമാണ് അഴിമതി. അഴിമതിയുടെ കാര്യത്തിൽ കോൺഗ്രസ് ഒന്നുമില്ലെങ്കിൽ രാഹുൽ ഗാന്ധി ബ്രിട്ടനിൽ പോയെങ്കിലും സമ്മതിച്ചു. പക്ഷേ ഷഫീഖ് സമ്മതിക്കുമെന്ന് എനിക്കറിയാം. ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങളുടെ മന്ത്രിമാർ മാന്യമായി പെരുമാറിയില്ല. ഇത് ബ്രിട്ടനിൽ പോയെങ്കിലും രാഹുൽ ഗാന്ധി പറഞ്ഞു. പക്ഷെ നരേന്ദ്രമോദി അതിനുപോലും തയ്യാറാവുന്നില്ല. രാജ്യത്തിൻ്റെ പണം മുഴുവൻ കൊള്ളയടിക്കണം. പ്രത്യേകിച്ച് തിരുവനന്തപുരംകാർ ഏറ്റവും അധികം പ്രതിഷേധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. 2 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഒന്ന് തിരുവനന്തപുരം എയർപോർട്ട്, മറ്റൊന്ന് ഹിന്ദുസ്ഥാൻ ലാറ്റക്സ്. അത് മിക്കാൻ വേണ്ടി പോവുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തകർക്കുന്നു. ഇങ്ങനെയുള്ള BJPയുടെ ഭരണം മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്നതാണ്, ദുരിതത്തിലേക്ക് നയിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ നമ്മളോട് സ്വീകരിക്കുന്ന നിലപാട്, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രളയം വന്ന് അവരെ 600 കോടി രൂപയാണ് തന്നത്. 700 കോടി UAE-കാരൻ തരാമെന്ന് പറഞ്ഞു. സമ്മതിക്കില്ല, അത് വാങ്ങാൻ സമ്മതിക്കില്ല. ഒരു കാരണവശാലും കേരളം രക്ഷപ്പെടാൻ പാടില്ല. അതിൽ കോൺഗ്രസും മോശമൊന്നുമല്ല. ഇവിടെ സർക്കാർ ജീവനക്കാരോട് പറഞ്ഞു, നിങ്ങൾ ജീവിതകാലം മുഴുവൻ പെൻഷൻ വാങ്ങുന്നു, ശമ്പളം കൊടുക്കുന്നു, നിങ്ങൾ ഒരു മാസത്തെ ശമ്പളം ഒരു 12 മാസമായിട്ട് തരണം. അപ്പോൾ അതിനെതിരെ ക്യാമ്പയിൻ. അപ്പോൾ കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട്, കേരളത്തിൻ്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന കോൺഗ്രസ് ആയിരുന്നാലും BJP ആയിരുന്നാലും എടുക്കുന്ന നിലപാടുകൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രധാനപ്പെട്ട ക്യാമ്പയിനാണ്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ 1000 ദിനങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. BJP പറയും പോലെ അല്ല. ഇവരിപ്പോൾ പറഞ്ഞത്, സുരേഷ് അന്ന് വെച്ച മുദ്രാവാക്യത്തിന് ഒന്നുപോലും മറുപടി പറഞ്ഞില്ല. പുതിയ പുതിയ കാര്യങ്ങൾ, മുദ്രാലോട് മറ്റേ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ജനങ്ങളോട് പറഞ്ഞത്? അതിൽ എത്രമാത്രം നടപ്പിലാക്കി? എത്ര വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു? 5 വർഷം കൊണ്ട് എല്ലാവർക്കും വീടെന്ന് പറഞ്ഞു. അതിൽ എത്ര വീട് വെച്ച് കൊടുത്തു? എന്തൊക്കെ ക്ഷേമ പ്രവർത്തനങ്ങൾ, തൊഴിലുമായി ബന്ധപ്പെട്ട് 1 ലക്ഷം പേർക്ക് തൊഴിൽ നൽകി. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ഏകദേശം 50,000 പേർക്ക് തൊഴിൽ നൽകി. റെക്കോർഡാണ്. ഇത്തരത്തിൽ ജനകീയ പ്രശ്നങ്ങൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സർക്കാർ പള്ളിക്കൂടങ്ങളുടെ ഒരു സ്ഥിതി കഴിഞ്ഞ 2 വർഷം കൊണ്ടൊന്നും ആർക്കും മനസ്സിലാവും. ഏത് സ്കൂളിൻ്റെ ഫ്രണ്ട് ചെന്നാലും സർക്കാരിൻ്റെമായി ബന്ധപ്പെട്ട് വികസന പ്രവർത്തി കേരളത്തിന് ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? സർക്കാർ പള്ളിക്കൂടങ്ങളെല്ലാം ഹൈടെക് ആക്കി മാറ്റുന്നു, പൊതുജനാരോഗ്യ മേഖല ശക്തിപ്പെടുത്തുന്നു. അങ്ങനെ സാധാരണക്കാരൻ്റെ ജീവിത നിലവാരം, ക്ഷേമ പെൻഷൻ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യേണ്ട ഒരു വിഭാഗമാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ. ക്ഷേമ പെൻഷൻ 600,000 UDF ഉള്ള സമയത്ത് അതും തെരഞ്ഞെടുപ്പ് ഭരണം കിട്ടണമെങ്കിൽ ഇപ്പോൾ അത് 1200 ആക്കി. അപ്പോൾ ക്ഷേമ പ്രവർത്തനങ്ങളിൽ, സാമൂഹിക വികസന പ്രക്രിയയിൽ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, യുവാക്കൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യവസായ സ്ഥാപനങ്ങൾ, ഇതിലെല്ലാം തന്നെ
ആത്മാർത്ഥമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. UDF നിന്ന് വ്യത്യസ്തമായി ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ ഇതുപോലെ നിയമനം നടക്കുമോ? സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിലേക്ക് പോവുമോ? അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും സ്വാഭാവികമായി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ജനാധിപത്യത്തിൽ എപ്പോഴും സമ്മതിദായകർ തന്നെയാണ് രാജാക്കന്മാർ. നമ്മുടെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ സമ്മതിദായകർ നമ്മളോടൊപ്പം അണിനിരക്കുന്നുണ്ട്. അവർക്ക് നേതാക്കളോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം കൂടിയാണ് ഇത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ജനങ്ങളുടെ മുന്നിലേക്ക് വച്ച ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ വെച്ചത് 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുമെന്നാണ്. ഇന്ന് 50 രൂപയ്ക്ക് പോയിട്ട് 75 രൂപയ്ക്ക് പോലും പെട്രോളും ഡീസലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ മാറ്റിയിരിക്കുന്നു. പിന്നെ മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്, നാളെ ഇന്ത്യയുടെ ഭാവി എന്നത് യുവാക്കളിലും വിദ്യാർത്ഥികളിലുമാണ് എന്നാണ് രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി പറഞ്ഞത്. മഹാത്മാഗാന്ധി ചിലപ്പോൾ നിങ്ങൾക്ക് പുച്ഛമായിരിക്കാം, പക്ഷേ 2 കോടി തൊഴിലവസരങ്ങൾ യുവാക്കൾക്ക് കൊടുക്കും എന്ന് നിങ്ങൾ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു സാധാരണക്കാർക്ക് കൊടുക്കും 15 ലക്ഷം രൂപ എന്ന് നിങ്ങൾ പറഞ്ഞു. അത് എവിടെ പോയി? 15 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ടിൽ കൊടുക്കുമെന്ന് നിങ്ങൾ പറഞ്ഞത് എവിടെ പോയി? പിന്നെ ഇവിടെ നിങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി കോൺഗ്രസും ഇതും. നിങ്ങൾ മലയൻകീഴ് പഞ്ചായത്തിലേക്ക് ഒന്ന് പോയി നോക്കണം. സുരേഷ് BJPയുടെ ജില്ലാ പ്രസിഡന്റാണ്. നിങ്ങൾ രണ്ടുപേരും കൈകോർത്തുകൊണ്ടാണ് അവിടുത്തെ ഭരണത്തെ താഴെയിട്ടത്. വേറെ ഒരിടത്തും നിങ്ങൾ പോകണ്ട. നിങ്ങൾ മലയൻകീഴ് പഞ്ചായത്തിലേക്ക് ഒന്ന് എത്തി നോക്കണം, എന്നിട്ട് നിങ്ങൾ പോകണം. പിന്നെ സ്കൂളുകളെ കുറിച്ച് പറഞ്ഞു ഒരു കാര്യവും കൂടെ, കർഷകരെയും സ്കൂളുകളെയും കുറിച്ച് നിങ്ങൾ ഇവിടെ പറഞ്ഞു. നിങ്ങൾ വേറൊരിടത്തും പോകണ്ട. നിങ്ങൾ ആറ്റുകാലൊക്കെ സഞ്ചരിക്കുന്ന ആളുകളാണ്. അവിടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ ആ മണക്കാട് സ്കൂളിന്റെ മുറ്റത്ത് നിന്ന് ആ LP സ്കൂളിൽ ഒന്ന് എത്തി നോക്കണം, ആ സ്കൂളിന്റെ സൗകര്യങ്ങൾ. എന്നിട്ട് നിങ്ങൾ ഗുജറാത്തിന്റെയും UPയുടെയും സ്കൂളുകളെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾ തയ്യാറാവണം എന്നുള്ളതാണ്. പെട്രോളിന് 50 രൂപ ആക്കാമെന്ന് പറഞ്ഞു എന്ന് അങ്ങനെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ആഗ്രഹം അതാണ്. അതിനുവേണ്ടി ഞങ്ങൾക്കൊരു സഹായം വേണം. ഇവിടുത്തെ തോമസ് ഐസക്കിൻ്റെ സഹായം വേണം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഹായം വേണം. കാരണം GSTയുടെ 28 കൗൺസിൽ യോഗങ്ങൾ കഴിഞ്ഞു. നരേന്ദ്രമോദിയും അമിത്ഷായും കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയും പറഞ്ഞിരിക്കുന്നു, GST കൗൺസിലിൽ വെച്ച് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ GSTയിൽ ഉൾപ്പെടുത്തി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കാമെന്ന്. അതിന് ഇന്ത്യയിൽ പരസ്യമായി എതിർത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയേ ഉള്ളൂ, അത് CPM ആണ്. ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിയെ ഇന്ത്യയിലുള്ളൂ, അത് തോമസ് ഐസക്കാണ്. അതുകൊണ്ട് എൻ്റെ സുഹൃത്ത് CPM-കാരനാണെങ്കിൽ CPM-ൻ്റെ AKG സെൻറ്ററിൽ ചെന്നിട്ട് പറയണം, ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കാനായിട്ട് തോമസ് ഐസക്കിനോടൊന്ന് ഉപദേശിക്കണം, ഈ GSTയിൽ ഉൾപ്പെടുത്തി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കാൻ. ഒന്ന്. രണ്ടാമത് മലയൻകീഴ് പഞ്ചായത്തിനെ കുറിച്ച് ചോദിച്ചു. താങ്കൾ മെനിഞ്ഞാന്നത്തെ പത്രം വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ മലയൻകീഴുണ്ടായിരുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തെ വലിച്ചു താഴെയിട്ടു. എന്നിട്ട് മെനിഞ്ഞാന്ന് അവിടെ കോൺഗ്രസിൻ്റെ ഭരണം തിരിച്ചു വന്നു. തിരിച്ചു വന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു മെമ്പർ കോൺഗ്രസിന് അനുകൂലമായിട്ട് വോട്ട് അസാധുവാക്കി മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോടുകൂടിയാണ് ഇന്ന് കോൺഗ്രസിൻ്റെ ഭരണം മലയൻകീഴ് ഇരിക്കുന്നത് എന്നുള്ള അവസാനത്തെ വാർത്ത അറിഞ്ഞിട്ടായിരുന്നു ഈ ചോദ്യം ചോദിച്ചിരുന്നതെങ്കിൽ അത് അത് അംഗീകരിക്കാമായിരുന്നു. ഇപ്പോൾ മലയൻകീഴ് സുഹൃത്തെ, മലയൻകീഴിൽ എന്നല്ല കേരളത്തിൽ എവിടെയാണെങ്കിലും കോൺഗ്രസ് ഭരിച്ചാൽ അവസരം കിട്ടിയാൽ ഞങ്ങൾ കോൺഗ്രസിനെ താഴെയിടും, മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ചാൽ അവസരം കിട്ടിയാൽ ഞങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയെ താഴെയിടും. പക്ഷേ മലയൻകീഴിൽ ഞങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തെ താഴെയിട്ടു. ഇപ്പോൾ 15 ദിവസം കഴിഞ്ഞ് അവിടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മെമ്പർ മാറി നിന്ന് കൊടുത്തിട്ട് കോൺഗ്രസിന് അധികാരത്തിലേറ്റിയിരിക്കുന്നു. ഇന്ന് കോൺഗ്രസിന്റെ പ്രസിഡന്റാണ് അവിടെ ഭരിക്കുന്നത് എന്ന് താങ്കൾ മനസ്സിലാക്കണം. രാജഗോപാൽ, നേമത്ത് അദ്ദേഹം ജയിച്ചതിന് ശേഷം ഇന്ന് കോടാനുകോടി രൂപയുടെ പദ്ധതികൾ നേമത്ത് വന്നു കഴിഞ്ഞു. അതിൽ 2-3 പദ്ധതികൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. നേമം റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനം ഇതാ 7-ാം തീയതി നടക്കാൻ പോവുകയാണ്. നേമം റെയിൽവേ സ്റ്റേഷന് 276 കോടി രൂപയാണ്. അതോടൊപ്പം തന്നെ താങ്കളുടെ വീട്ടിനടുത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പുതിയ ഓഫീസ്, കേന്ദ്ര സർക്കാരിന്റെ ഓഫീസ് കൊണ്ടുവന്നു കഴിഞ്ഞു. കരമന മുതൽ തിരുവല്ലം വരെയുള്ള പാത വികസിപ്പിക്കാൻ വേണ്ടി 246 കോടി രൂപയുടെ പദ്ധതി വന്നു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്, പൂജപ്പുരയിൽ നിൽക്കുന്ന ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ നിന്ന് 50 കോടി കൊണ്ടുവന്നു. ഞങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ നിന്ന് തന്നെ നേമം മണ്ഡലത്തിൽ ഏകദേശം 500-800 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന അഭിമാനത്തോട് പറയുക. തീർച്ചയായും അഡ്വക്കേറ്റ് സുരേഷിന് മറുപടി ബിജുവിനും ഉണ്ടാകും, ഒപ്പം ഷഫീറിനും ഉണ്ടാകും. ശ്രീ ബിജു. ഒന്ന്, തിരുവനന്തപുരത്തെ ജനങ്ങൾ വിവേകമുള്ളവരാണ്. ഈ മോദി പറയുന്നത് പോലെ ഒന്നും സുരേഷ് പറഞ്ഞാലൊന്നും തിരുവനന്തപുരത്ത് ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ നമുക്ക് കംഫർട്ടബിളായിട്ട് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇവിടെ ഉണ്ട്. കോൺഗ്രസും വേണ്ട, BJPയും വേണ്ട. നിങ്ങൾ ഒന്നിച്ച് വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. ഇപ്പോൾ പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ടത് 18 മുതൽ 20 രൂപയാണ്
1 ലിറ്റർ പെട്രോൾ ഈ നാട്ടിലെ പാവപ്പെട്ടവൻ കർഷകൻ 1 ലിറ്റർ പെട്രോൾ പോയി അടിക്കപ്പോൾ ഈ കേന്ദ്ര സർക്കാർ കൊള്ളയടിക്കുന്നത് 18 മുതൽ 20 വരെ. ഇപ്പോൾ സുരേഷ് പറഞ്ഞ കണക്കാണെങ്കിൽ ഞങ്ങൾക്ക് ആകെ ഒരു ധനകാര്യമന്ത്രിയാണ് ഉള്ളത്. ഇവർക്ക് എത്രയുണ്ട്? 21 ഉണ്ടായിരുന്നു, ഇപ്പോൾ 17-18 വീണ്ടും ഉണ്ട്. നിങ്ങൾ BJP ഒരു നയപരമായ തീരുമാനം എടുത്ത് എല്ലാം നിങ്ങളാക്കിയല്ലോ. നിങ്ങൾ എന്തിനൊക്കെ ആക്കിയത്? ഏതിനാ അവർ GST എടുത്താത്തത്? എല്ലാത്തിനും GST. എന്തുകൊണ്ട് നിങ്ങളൊരു ഡിസ്കഷൻ ഓപ്പൺ ചെയ്യുന്നില്ല? ഞങ്ങളാണോ ഇടതുപക്ഷത്തിലാണോ ഇന്ത്യൻ ഈ GST കൗൺസിലിനകത്ത് ഇന്ത്യയിലെ എല്ലാ ധനകാര്യമന്ത്രിമാരും വരുന്നുണ്ട്. അതിൽ 10-18 പേര് ഇവരുടെ ആൾക്കാരാണ്. BJP ഒരു തീരുമാനം എടുത്താൽ പോരെ? 10 ലക്ഷം കോടി ഈ ജനങ്ങളെ കൊള്ളയടിച്ചിട്ട് അവിടെ കുറേ മുദ്രാ ലോണും കൊടുത്ത് ഉള്ള കോർപ്പറേറ്റുകൾക്ക് ഇവിടുത്തെ പണം കൊണ്ടുപോകാൻ സമ്മതിച്ചിട്ട് ഞങ്ങൾ വികസിപ്പിച്ചു എന്ന് ചോദിച്ചാൽ ഇവിടെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ജനങ്ങളോട് നിങ്ങൾ മറുപടി പറയേണ്ടത്, നിങ്ങൾക്കൊരു ശതമാനം ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ ജനങ്ങളോട് പറയേണ്ടത്, നിങ്ങളെ പ്രകടന പത്രിക എടുത്ത് വെക്ക്, പേജ് നമ്പർ എടുത്തു തരാം. എന്താണ് നിങ്ങൾ കർഷകരോട് പറഞ്ഞത്? കർഷകർക്ക് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട്, ആ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിനോടൊപ്പം ഉൽപ്പാദന ചെലവിൻ്റെ 1.5 ഇരട്ടി അതൊക്കെ സ്വാധീനിക്കും. കാരണം എല്ലാവർക്കും അറിയാം നരേന്ദ്രമോദിയുടെ ക്യാമ്പയിൻ എന്തായിരുന്നു? കോൺഗ്രസ് സമ്പന്ന വർഗത്തിൻ്റെ പാർട്ടി, ഞാൻ സാധാരണക്കാരൻ, ഞാൻ പാവപ്പെട്ടവൻ, ഞാൻ ചായക്കടക്കാരൻ. ഇതായിരുന്നു ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരെ വോട്ട് നേടുന്നതിന് വേണ്ടി അവരെ പറ്റിച്ച പാർട്ടിയാണ് BJP. അതിന് ജനങ്ങൾ പ്രതികരിക്കും. ഇവിടെ മുന്നോക്ക റിസർവേഷൻ എത്ര വരുമാനം വരുന്നത് ഇതെല്ലാം മനസ്സിലാക്കി വോട്ട് ചെയ്യാനും ഇതൊക്കെ പരിശോധിക്കാനുമുള്ള നിലവാരമുള്ള വിശ്വാസ്യതയുള്ള മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവുമുള്ള ജനങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾ. നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു പറ്റിക്കാൻ വേണ്ടി സാധിക്കില്ല. മോദി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിശ്വാസ്യതയില്ലാത്ത രാഷ്ട്രീയ നേതാവ്, ആ വിശ്വാസ്യതയില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യൻ ഭരിക്കാൻ പാടില്ല എന്ന നിലപാടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ സാധാരണ ജനങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത്. അഴിമതിയെക്കുറിച്ചൊക്കെ വല്ലാതെ പറഞ്ഞല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ 100 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കൊണ്ടിരുന്ന സമ്പദ് വ്യവസ്ഥയിൽ ഒരു മണ്ടത്തരം കാണിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് നേരെ ടയറിന് നേരെ വെടിവെച്ചതുപോലെയല്ലേ ഇവിടെ ഉണ്ടാക്കിയെടുത്ത് നോട്ട് നിരോധനം? 1 രൂപ തിരിച്ചു വരാതിരുന്നോ? തീവ്രവാദം കുറഞ്ഞോ? കള്ളപ്പണം പിടിച്ചോ? കള്ളപ്പണം പിന്നെ ലക്ഷക്കണക്കിന് കോടിയുടെ കള്ളപ്പണം തിരിച്ചുകൊണ്ടുവന്നവർ കൊണ്ടുവന്നോ? പക്ഷേ സുരേഷ് ഞാൻ പറയട്ടെ, ഇവിടെ 1 സെന്റ് സ്ഥലം വിറ്റാൽ 2 പെൺകുട്ടികളെ കെട്ടിക്കാവുന്ന സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു. ഇത് നടക്കോ? രാജ്യത്തിന്റെ മുഴുവൻ നിർമ്മാണ മേഖലയും സ്തംഭിച്ചില്ലേ? രാജ്യത്തിന്റെ റിയൽ എസ്റ്റേറ്റ് സ്തംഭിച്ചില്ലേ? രാജ്യത്തിലെ പെട്ടിക്കടക്കാരന്മാർ മൊത്തം പൂട്ടിയില്ലേ? രാജ്യത്തിലെ തുണിക്കടകളും GST വന്നതോടുകൂടി ചെറുകിട കച്ചവടക്കാരും മുഴുവൻ പൂട്ടിയില്ലേ? രാജ്യത്തിലെ ആട്ടോറിക്ഷക്കാരന് തൊഴിലായി ഉണ്ടായില്ലേ? എല്ലാത്തിന്റെ ഉത്തരവാദിത്വം GST ആണ്, നോട്ട് നിരോധനമാണ്. നോട്ട് നിരോധനത്തിന്റെ അടി കിട്ടാത്ത ഒരാളുണ്ടോ ഇന്ത്യയിൽ? അമിത്ഷായുടെ മകൻ ജയ്ഷാ ഒഴികെ, അമിത്ഷായുടെ മകൻ ജയ്ഷായുടെ ബിസിനസ് 50,000 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചത് ഒഴിച്ചാൽ, 9 ശതകോടീശ്വരന്മാരുടെ കാര്യമൊഴിച്ചാൽ നോട്ട് നിരോധനം ബാധിക്കാത്തവരാരുണ്ട് ദിനകർ ഈ നാട്ടിൽ? ഷഫീർ, ഈ വിശ്വപൗരൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മുടെ MP-യെ തിരുവനന്തപുരത്ത് കാണാനില്ല എന്ന ഒരു ആക്ഷേപമാണ് ഇവിടെ ബിജെപിയുടെ ഏതെങ്കിലും സംസ്ഥാന നേതാക്കന്മാരെ പോലെ ഈ ഇട്ടാവട്ടത്തിനകത്ത് മാത്രം നിൽക്കുന്ന നേതാവ് ലോകം മുഴുവൻ ആദരിക്കുന്ന നേതാവാണ്. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുതരാം. വികസന പരിവേഷണത്തെ സംബന്ധിച്ച് 46 കൊല്ലത്തിന് ശേഷം 468 കോടി രൂപ മുടക്കി ഇവിടെ മുക്കോല ബൈപ്പാസ് ഉണ്ടാക്കി. നിങ്ങൾ കയറി നോക്കണം. നിങ്ങൾ കയറി ഒരു പ്രാവശ്യം ഒന്ന് യാത്ര ചെയ്യണം. ഇവിടെ ബിജു ആറ്റിങ്ങൽ മണ്ഡലത്തിലുള്ള ആളാണ്. ആറ്റിങ്ങലിലൂടെ യാത്ര ചെയ്ത് ആറ്റിങ്ങലിലൂടെ ഒന്ന് കയറി വരുമ്പോൾ അവിടെ ബൈപ്പാസ് ഇല്ല. ആലപ്പുഴയും കൊല്ലത്തും വരുമ്പോൾ ബൈപ്പാസ് ഉണ്ട്. എന്നാൽ തിരുവനന്തപുരത്ത് കയറുമ്പോൾ ആ വിഴിഞ്ഞത്തിന്റെ ഭാഗത്തു കൂടി പോകുമ്പോഴാണ് ശശി തരൂരിന്റെ വികസനം എന്താണെന്ന് CPM-നും BJP-ക്കും ബോധ്യപ്പെടുക. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ 14 പുതിയ ട്രെയിനുകൾ. ഇവിടെ തിരുവനന്തപുരത്ത് രാജഗോപാൽ ട്രെയിൻ മന്ത്രിയായിരുന്നല്ലോ, റെയിൽവേ മന്ത്രിയായിരുന്നല്ലോ. ഒരു എസ്കലേറ്റർ ഉണ്ടായിരുന്നോ? എൻ്റെ ഒരു ചോദ്യം. ഇവിടെ നിങ്ങൾക്കറിയോ 6 പുതിയ ട്രെയിനുകൾക്ക് കഴക്കൂട്ടത്ത് സ്റ്റോപ്പ്. അതുപോലെ കൊല്ലം നാഗർകോവിൽ മെമു കൊച്ചുവേളിയുടെ സ്റ്റേഷന്റെ നവീകരണം മാത്രം 125 കോടി. കേരളത്തിലെ ഏറ്റവും വലിയ ആകാശപാത, പിന്നെ റെയിൽവേ ആകാശപാത കൊച്ചുവേളിയിൽ 5 എസ്കലേറ്ററുകൾ, 100 പുതിയ ട്രെയിൻ കോച്ചുകൾ, സൗജന്യ വൈഫൈ, തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ ഡിവിഷൻ വിഭജനത്തെ എതിർത്തത് ഉൾപ്പെടെ ലൈറ്റ് മെട്രോ ഉൾപ്പെടെയുള്ള പ്രോജക്റ്റുകളുടെ തുടക്കം ഉൾപ്പെടെ നോക്കുമ്പോൾ തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെയിൽവേ വികസനം. തിരുവനന്തപുരത്തെ റെയിൽവേ വികസനത്തിൽ ശശി തരൂരിനെ ഒഴിവാക്കാൻ പറ്റുമോ? തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ ഇപ്പൊ കാണുന്ന അന്താരാഷ്ട്ര ടെർമിനൽ ആര് കൊണ്ടുവന്നതാ? നമ്മൾ നേരെ അപ്പുറത്ത് കൂടി, ഇപ്പോൾ അപ്പുറത്ത് ശംഖുമുഖം തുറമുഖത്തിന്റെ ഭാഗത്തു കൂടി കയറി വരുന്ന ഇപ്പോഴത്തെ ഡൊമസ്റ്റിക് എയർപോർട്ടല്ലേ നമ്മൾ 50 കൊല്ലം ഉപയോഗിച്ചത്?
ഇപ്പോ കാണുന്ന തിരുവനന്തപുരം അന്താരാഷ്ട്ര ടെർമിനൽ ആര് കൊണ്ടുവന്നു? ശശി തരൂർ. ആങ്കർ യൂണിറ്റ് ആര് കൊണ്ടുവന്നു? ശശി തരൂർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം. ആ പിരിച്ചുവിടുന്നത് ഈ നാട്ടിലെ ഭക്തജനങ്ങളോട് നിങ്ങൾക്ക് എന്താണ് ഉത്തരവാദിത്വം? ആ പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട് BJPക്ക് എന്താണ് പറയാനുള്ളത്? ഇതിന് ബദൽ സംവിധാനമായിട്ട് അവർ മുന്നോട്ട് വെക്കുന്നത് എന്താണ്? ഞങ്ങൾക്ക് ഒരു പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടുണ്ട്. ക്ഷേത്രം ഭരിക്കേണ്ടത് ക്ഷേത്രവിശ്വാസികളല്ലാത്തവരല്ല, ക്ഷേത്രം ഭരിക്കേണ്ടത് വിശ്വാസികളാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ക്ഷേത്രം ഭരിക്കണം. അല്ലാതെ ദൈവത്തെ നശിപ്പിക്കാൻ വിശ്വസിക്കുന്നവർ ദൈവങ്ങളിരിക്കുന്ന ക്ഷേത്രം ഭരിക്കണ്ട. അതുകൊണ്ട് അത് ദേവസ്വം ജീവനക്കാരെ ഒരു രീതിയിലും ബാധിക്കുന്ന വിഷയമല്ല. ശബരിമല വിഷയത്തിൽ വളരെ വ്യക്തമാണ് BJPയുടെ നിലപാട്. കാരണം കേരളത്തിൽ ഈ ശബരിമല വിഷയം കൊണ്ട് ഈ കേരളത്തിലെ വിശ്വാസി സമൂഹത്തെ മുഴുവൻ വഞ്ചിച്ചതും ചതിച്ചതും പിണറായി വിജയൻ സർക്കാരാണ്. അവർക്ക് കൂട്ടായിട്ട് കോൺഗ്രസ്സുകാരും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ശബരിമലയെ തൊട്ടുകളിച്ച ഈ സർക്കാരിന് തിരുവനന്തപുരത്തെ ജനത ശക്തമായിട്ടുള്ള മറുപടി നൽകും. അതോടൊപ്പം തന്നെ ശബരിമല വിശ്വാസത്തിനെ വഞ്ചിച്ച, പുറകിൽ നിന്ന് കുത്തിയ കോൺഗ്രസിന്, ഈ ശബരിമലയിൽ ശരണം വിളിച്ച് പോയ വനിതകളെ സ്റ്റോക്ക്ഹോം സിൻഡ്രം ബാധിച്ചവരാണ് എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച മാന്യനാണ് ശശി തരൂർ. അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ഭാര്യ അധിക്ഷേപിച്ചപ്പോൾ സംഭവിച്ചത് നമ്മൾ കണ്ടു. അതേ രീതിയിൽ അദ്ദേഹം കേരളത്തിലെ മുഴുവൻ ശബരിമല ഭക്തരായിട്ടുള്ള മുഴുവൻ സ്ത്രീകളെയും സ്റ്റോക്ക്ഹോം സിൻഡ്രം ബാധിച്ചവരാണെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു. അതോടൊപ്പം തന്നെ പഴയ മീശ നോവൽ വന്ന സമയത്ത് ആ മീശ നോവലിൽ ക്ഷേത്രങ്ങളിൽ പോകുന്ന സ്ത്രീകൾ ഈറിനണിഞ്ഞു പോകുന്നത് അവരുടെ ലൈംഗിക ഇത് പ്രകടിപ്പിക്കാനാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനെ പിന്തുണച്ച MP-യും കൂടിയാണ് ഈ ശശി തരൂർ. അതുകൊണ്ട് ശശി തരൂരിൻ്റെയും പിണറായി വിജയൻ സർക്കാരിൻ്റെയും മനോഭാവം ഒന്ന് തന്നെയാണ്: സ്ത്രീകളെ അപമാനിക്കുക, ശബരിമലയെ തകർക്കുക, വിശ്വാസത്തെ വഞ്ചിക്കുക എന്നുള്ളത്. ശ്രീ ബിജു, പിണറായി വിജയൻ സർക്കാർ വിശ്വാസികളുടെ വിശ്വാസത്തെ തകർത്തു, ക്ഷേത്രങ്ങൾ തകർക്കാനാണ് ശ്രമിക്കുന്നത്, സുരേഷിന്റെ ആക്ഷേപമാണ്. ഇവിടെ സംഭവിച്ചത് സുപ്രീം കോടതി ഒരു വിധി ഉണ്ടാവുന്നു. ആ സുപ്രീം കോടതി വിധി ഉണ്ടാവുന്നതിന് വേണ്ടി നാട് നീളെ പിണറായി വിജയനെ ചീത്ത വിളിച്ചിട്ട് എന്താ കാര്യം? എന്തിനാ അവർ ശബരിമലയിൽ കമ്പം തടിയും ആയുധങ്ങളുമായി സാവകാശം തേടിയില്ല എന്നുള്ള ആക്ഷേപമുണ്ട്. എന്ത് സാവകാശം? സാവകാശം തേടിയില്ല, സംസ്ഥാന സർക്കാർ സാവകാശം തേടിയില്ല. സംസ്ഥാന സർക്കാരിന്റെ ജോലി എന്താണ്? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരുവനന്തപുരം പോലുള്ള മണ്ഡലമാണ്, അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആൾക്കാരാണ്. ഇവിടെ സുപ്രീം കോടതിയുടെ ഒരു ഭരണഘടനാ ബെഞ്ചിന്റെ വിധി വരികയാണ്. ആ വിധി എന്താ? ഇവർ 127 വക്കീലന്മാർ അവർക്ക് വേണ്ടി, ഈ പറഞ്ഞവർക്ക് വേണ്ടി ഹാജരായി. ആ 127 വക്കീലന്മാരും അവിടെ വാദിച്ചത് ശബരിമലയിൽ സ്ത്രീകൾ കയറാൻ പാടില്ല. 3 പേരാണ് തിരിച്ചു വാദിച്ചത്. അതിനുശേഷം സുപ്രീം കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഒരു വിധി പറയുകയാണ്. ആ വിധി പറയുന്നത് എന്ത് വെച്ചിട്ടാണ്? സ്ത്രീ പുരുഷ തുല്യതയാണ്. അല്ലെങ്കിൽ 91 മുമ്പ് അവിടെ ആള് കയറിയിട്ടില്ല എന്ന് വരുത്തണം. ഇവിടെ 91 മുമ്പ് അവിടെ ആള് കയറിയിട്ടുണ്ട് എന്ന രേഖ കൊണ്ട് ഹാജരാക്കിയത് BJPയുടെ നേതാക്കന്മാരാ, BJPയുടെ പത്രമാണ്. അതാണ് ഒരു രേഖയാക്കി വെച്ചത്. അവിടെ ദേവസ്വം കമ്മീഷൻ അവരുടെ പേരക്കുട്ടിക്ക് ചൊറൂണ് കൊടുക്കുന്നതിന്റെ പടം ആരാ പ്രസിദ്ധീകരിച്ചത്? ഇതെല്ലാം അവിടെ നടന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ അവിടെ ഉണ്ടായത് എന്താ സംഭവം? അവിടെ കമ്പും തടിയും കല്ലും. ഞാൻ പറയുന്നത്, എങ്ങനെയാണ് ഈ സ്ത്രീകളെ ഇങ്ങനെ ആക്രമിക്കാൻ കഴിയുന്നത്? ഏത് വിശ്വാസത്തിന്റെ പേരിലാണ് സ്വാമിയെ ശരണായപ്പോൾ വിളിച്ചിട്ട് ചീത്ത വിളിക്കുന്നത്? ഏത് വിശ്വാസത്തിന്റെ പേരിലാണ് പോലീസ് സ്റ്റേഷനിൽ പോയി ശരണം വിളിക്കുന്നത്? ഏത് വിശ്വാസത്തിന്റെ പേരിലാണ് സെക്രട്ടേറിയറ്റിൽ പോയി ശരണം വിളിക്കുന്നത്? ഇവിടെ ശബരിമലയുടെ ശാന്തി തകർക്കുക, അവിടെ അക്രമം ഉണ്ടാക്കുക, പോലീസിനെ ആക്രമിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രതികരിക്കും. ആ രൂപത്തിലേക്ക് ഒരു കലാപം സൃഷ്ടിക്കാൻ വേണ്ടി കേരളത്തിൽ ശ്രമിച്ചു. എന്നിട്ട് അവർ കാണിച്ചെന്താ? പാതിരാത്രി ഒരു സ്ത്രീ അവിടെ കയറി, പോലീസ് അറസ്റ്റ് ചെയ്തു. പിറ്റേന്ന് നേരം വെളുത്ത വാർത്താൽ ഈ സെക്രട്ടേറിയറ്റ് നടയിലുള്ള ഒരാൾ ആത്മഹത്യ ചെയ്തു. വേറെന്തോ കാരണത്തിനാണ് ആത്മഹത്യ ചെയ്തത്. പിറ്റേ ദിവസം രാവിലെ ഹർത്താൽ. അവിടെ ലാഹയിൽ ഒരാൾ ആക്സിഡന്റ് മരിച്ചു, അതിൻ്റെ പിറ്റേ ദിവസം ഹർത്താൽ. ഈ രൂപത്തിൽ കേരളത്തിൻ്റെ ഐക്യം തകർക്കുക, കേരളത്തിൻ്റെ മാനവികത. എന്താ? ഇവിടെ സാക്ഷരതയുള്ള ജനങ്ങളല്ലേ കേരളത്തിലുള്ളത്? അവർക്കറിയില്ലേ ഇത് സുപ്രീം കോടതിയുടെ വിധിയാണ്, അതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ സുപ്രീം കോടതി നിലപാട് സ്വീകരിക്കണം. എന്തിന് ഈ BJP ഇത്ര വാശി പിടിക്കുന്നു? ഒരു ഓർഡിനൻസ് ഒക്കെ ഇറക്കിയാൽ പോരെ? അപ്പോൾ കേരളത്തിൽ കുഴപ്പം സൃഷ്ടിക്കുക, കേരളത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുക. ആ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇവർക്കെതിരെ അതിശക്തമായ നിലപാട് കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കും. തീർച്ചയായും RSSന് വല്ലാത്ത കലിപ്പുണ്ട്. ഞങ്ങൾക്കറിയാം, നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും RSSും നോട്ടമിടുന്ന ഒരാൾ തന്നെയാണ് ശശി തരൂർ. ഞങ്ങൾക്കറിയാം, ശിവലിംഗത്തിൽ പറ്റിപ്പിടിച്ച തേളാണ് RSS എന്ന് പറഞ്ഞ് അന്ന് മുതൽ തുടങ്ങിയതാണ് അവരുടെ വൈരാഗ്യം. ഞങ്ങൾ ഇപ്പോഴും പറയാം,
RSS ശ്രമിക്കുന്നത് ഇവിടെ ഹിന്ദു പാകിസ്ഥാനാക്കാൻ ശ്രമിക്കുന്നത് ആർജവത്തോടെ ഇന്ത്യൻ പാർലമെന്റിനകത്തും പുറത്തും പറഞ്ഞ നേതാവാണ് ശശി തരൂർ. RSSന്റെ ഔദാര്യം ശശി തരൂരിന് വേണ്ട. ഈ തെരഞ്ഞെടുപ്പിൽ കൈരളി ചാനലിനോട് കോൺഗ്രസിന്റെ വക്താവ് പറയാ, RSSകാരന്റെ ഒരുത്തന്റെ വോട്ടും ശശി തരൂരിന് വേണ്ട. RSSകാരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരൊറ്റ വോട്ടും ശശി തരൂരിന് വേണ്ട. RSSനെ എതിർത്തുകൊണ്ട് തന്നെ ശശി തരൂർ ലക്ഷം വോട്ടിന് ഇവിടെ ജയിക്കും. ഒറ്റ ചോദ്യം, ഇവിടെ കൺകറന്റ് ലിസ്റ്റ് നിങ്ങൾക്കറിയാലോ. ഇവിടെ ശോഭാ സുരേന്ദ്രൻ അറിവുണ്ടായിരിക്കും, അഡ്വക്കേറ്റ് സുരേഷ് അറിയാലോ കൺകറന്റ് ലിസ്റ്റ്. ഞാൻ ചോദിക്കട്ടെ സുരേഷേ, ഒറ്റ ഇവിടെ അടി അറിയേണ്ട, തേങ്ങയും അറിയേണ്ട, ഭക്തരെയും വെക്കേണ്ട, ഹർത്താലും വേണ്ട, ഈ പാവപ്പെട്ട കുട്ടികളെ മുഴുവൻ അടിക്കേസിൽ പ്രതിയാക്കി ജയിലിൽ ഇടേണ്ട ഒരു കലാപം വേണ്ടല്ലോ. ശ്രീ നരേന്ദ്രമോദി അമിത്ഷായോട് ഒന്ന് പറഞ്ഞതിന് ശേഷം കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന ശബരിമലയിൽ വിശ്വാസികൾക്ക് വേണ്ടി നിയമനിർമ്മാണം നടത്താൻ ഒരു ദിവസം വേണോ? മുത്തലാഖ് ബില്ല്, മുസ്ലിങ്ങളുടെ മുത്തലാഖ് ബില്ലിനെ എണ്ണിച്ചുട്ട അപ്പം പോലെ പാസ്സാക്കി എടുക്കാൻ വെറും 24 മണിക്കൂർ വേണ്ടല്ലോ CPM-നും അല്ല പിന്നെ BJP-ക്കും അമിത്ഷായ്ക്കും. എന്തുകൊണ്ട് ശബരിമലയിൽ നിയമനിർമ്മാണം കേന്ദ്രം നടത്തിയില്ല? 1. 2, ആരാ ഭക്തി പ്രസിജ, ആരാ പ്രേരണകുമാരി, ആരാ ലക്ഷ്മി ശാസ്ത്രി, ആരറിയോ, ആരാ ലക്ഷ്മി പാൽ? 5 പെണ്ണുങ്ങൾ ശബരിമലയിൽ പെണ്ണ് കയറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്ത 5ഉം RSS. എന്തേ 42 റിവ്യൂ ഹർജികളിൽ ഒരെണ്ണം പോലും സുരേഷിന്റെ RSS എന്തുകൊണ്ട് നേരിട്ട് കൊടുത്തില്ല? ഇവിടെ എത്രയോ കൊലക്കേസുകളിൽ വാദിച്ചാണല്ലേ ശ്രീധരൻപിള്ള. എന്തേ ശ്രീധരൻപിള്ള നേരിട്ടൊരു റിവ്യൂ ഹർജി കൊടുത്തില്ല? എന്തേ കേസിൽ കക്ഷി ചേർന്നില്ല? നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾക്കറിയോ 40 ദിവസത്തെ വ്രതം 14 ദിവസമാക്കി ചുരുക്കണമെന്ന് പറഞ്ഞത് RSSന്റെ സുരേഷ് അല്ലേ? ഈ സുരേഷ് അല്ല, അവരുടെ അഖിലേന്ത്യാ സെക്രട്ടറി. അതുപോലെ തന്നെ നിങ്ങൾക്കറിയോ, ഇവിടെ അമ്പലത്തിൽ ആളെ കയറ്റിയില്ലെങ്കിൽ പട്ടാളക്കാരെ കൊണ്ട് കയറ്റണമെന്ന് പറഞ്ഞ സുബ്രഹ്മണ്യ സ്വാമി കോൺഗ്രസ് അല്ലല്ലോ? ആണോ? അല്ലല്ലോ. നിങ്ങൾക്കറിയാമല്ലോ എന്തേ TG മോഹൻദാസ് ഇപ്പോൾ ചാനൽ ചർച്ചയിൽ വരുന്നില്ല ശബരിമല വിഷയത്തിൽ? എന്താ നിലപാട്? അപ്പം ഞങ്ങളുടെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. ഇവിടെ കലാപം ഉണ്ടാക്കും, തേങ്ങ എറിയും, കല്ലെറിയും, ഹർത്താൽ നടത്തും, ഇതെല്ലാം ചെയ്ത് പ്രകോപനം ഉണ്ടാക്കുകയും ചെയ്യും, ഭക്തരെ എല്ലാം ഇങ്ങനെ കൊണ്ടുപോവുകയും ചെയ്യും. ഞങ്ങൾ പറയുന്നു, ഒറ്റ മിനിറ്റ് വേണ്ടല്ലോ അമിത്ഷായ്ക്ക് ഇവിടെ നിയമനിർമ്മാണം നടത്താൻ. കേസിൽ 42 റിവ്യൂ ഹർജികൾ ദിനകർ ആലോചിക്കണം. ഞങ്ങൾ KPCCയുടെ ഫണ്ട് എടുത്ത് മുൻ ദേവസ്വം ബോർഡ് ചെയർമാൻ ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണനെ കൊണ്ട് കേസ് നടത്തി. BJP കേരള ഘടകം അല്ലെങ്കിൽ ഇന്ത്യ ഘടകം BJP കേസിൽ കക്ഷി ചേരാത്തത് ഭക്തർ പ്രതികരിക്കട്ടെ. RSS എന്താ കക്ഷി ചേരാത്തത്? ഭക്തർ പ്രതികരിക്കട്ടെ. 5 പെണ്ണുങ്ങളിൽ RSS അല്ലാത്ത ഒരാളുണ്ടോ? അപ്പൊ പറഞ്ഞു വന്നത് ഇവർക്കിത് കച്ചവട. ഈ നിലപാടല്ല കോൺഗ്രസിൻ്റെത്. കോൺഗ്രസ് ഇവിടെ RSS രണ്ടാമത് നിലപാട് തിരുത്തുന്നതിന് മുമ്പ് തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനമെടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾ എല്ലാ കാലത്തും വിശ്വാസികളോടൊപ്പമാണ്. 986-ൽ ശരീഅത്ത് സംരക്ഷിക്കാൻ നിയമനിർമ്മാണം നടത്തണമെന്ന് പറഞ്ഞത് കോൺഗ്രസ്. 99-ൽ ഇവിടെ ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന ക്രിസ്ത്യൻ പാതിരിയുടെ ബൈബിൾ സുവിശേഷം വായിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ ശബ്ദമുയർത്തിയത് ഞങ്ങളാ. ഞങ്ങളിപ്പോ ഹൈന്ദവ സനാതന ധർമ്മത്തിലെ വിശ്വാസികളോടൊപ്പം നിലപാടെടുത്തു. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആരാധനാലയങ്ങൾ കൺകറന്റ് ലിസ്റ്റിലാണ്. പക്ഷേ ആരാധനാലയങ്ങൾ 2 വിഭാഗമുണ്ട്. ദേശീയ തലത്തിൽ സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയിട്ടുള്ള ആരാധനാലയങ്ങളുമുണ്ട്, അതോടൊപ്പം തന്നെ യൂണിയൻ സബ്ജക്റ്റ് ആയിട്ടുള്ള ആരാധനാലയങ്ങളുമുണ്ട്. യൂണിയൻ സബ്ജക്റ്റ് ആയിട്ടുള്ള ആരാധനാലയങ്ങളിൽ സംസ്ഥാന സർക്കാരുകൾ നിയമനിർമ്മാണത്തിലൂടെ ഉണ്ടാക്കിയ ദേവസ്വം ബോർഡുകൾ വരുന്നില്ല. ഇവിടെ സുപ്രീം കോടതി ഇടപെട്ടത് ദേവസ്വം ബോർഡിൻ്റെ നിയമമാണ്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ പ്രതിഭാഗത്ത് കേന്ദ്ര സർക്കാർ ഉണ്ടായിരുന്നില്ല, നമ്മൾ മനസ്സിലാക്കണം. അതേ സമയത്ത് മെക്കയിലേക്ക് പോകുന്ന ഇതും അതോടൊപ്പം തന്നെ കൈലാസ് മാനസരോവർ യാത്രയും അത് കേന്ദ്രത്തിൻ്റെ നേരിട്ടുള്ള ലിസ്റ്റിൽ വരുന്നതാണ്. അതിനെ സംബന്ധിച്ചുള്ള നിയമം മാത്രമേ കേന്ദ്ര സർക്കാരിന് ഓർഡിനൻസിലൂടെ പ്രഖ്യാപിക്കാൻ പറ്റൂ. ഇതെല്ലാം സംസ്ഥാന ലെജിസ്ലേഷൻ്റെ ഭാഗമായിട്ടുള്ള അതാണ്. അത് വലിയ അവഗാഹമൊന്നും വേണ്ട, സാമാന്യ നിയമവിജ്ഞാനമുള്ളവർക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ദയവ് ചെയ്ത് നിങ്ങൾക്കിത് അറിഞ്ഞുകൂടാത്തുണ്ടല്ല, ജനങ്ങളെ കബളിപ്പിക്കരുത്. ഓർഡിനൻസിലൂടെ പുറപ്പെടുവിക്കാൻ പറ്റില്ല. ജല്ലിക്കെട്ടിനെ സംബന്ധിച്ച് ഓർഡിനൻസ് പുറപ്പെടുവിച്ചത് സംസ്ഥാന സർക്കാർ, തമിഴ്നാട് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത് പ്രകാരമാണ്. അതിന് സമാനമായിട്ടുള്ള ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കാനായിട്ട് രാജഗോപാൽ MLA ഈ അസംബ്ലിയിൽ ഒരു കത്ത് കൊടുത്തു. ഈ അസംബ്ലി ചർച്ച ചെയ്ത് പ്രമേയം പാസാക്കി കേന്ദ്രത്തിന് അയക്കണമെന്ന് പറഞ്ഞൊരു കത്ത് കൊടുത്തു. ആ കത്തിന് ശ്രീരാമകൃഷ്ണൻ എന്ന് പറയുന്ന ബഹുമാന്യനായിട്ടുള്ള സ്പീക്കർ നൽകിയ മറുപടി
ഇവിടുത്തെ സഭാ നേതാവും പ്രതിപക്ഷ നേതാവും സംയുക്തമായി പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ ഒരു ചർച്ച ആവശ്യമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അനുവദിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അതായത് ശബരിമലയെ സംബന്ധിച്ചൊരു ഓർഡിനൻസ് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിക്കണമെങ്കിൽ ഇവിടെ ഒരു പ്രമേയം പാസ്സാകണം. അങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കാൻ പിണറായി വിജയനും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും ചേർന്ന് അത് പറ്റില്ല എന്ന് പറഞ്ഞത് പ്രകാരം ഒ രാജഗോപാലിന്റെ അപേക്ഷ സ്പീക്കർ തള്ളി. ഇത് നിയമസഭയിലെ രേഖയാണ്. നിങ്ങൾ അങ്ങനെ ഇങ്ങനെ പൊലമ്പരുത്. കാര്യം ഞാൻ വസ്തുതാപരമായിട്ട് പറയുമ്പോ അങ്ങനെ പൊലമ്പി രക്ഷപ്പെടാൻ നോക്കില്ല. BJP കളവ് പറഞ്ഞാണ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ട് BJP അതിനകത്ത് കക്ഷി ചേർന്നില്ല? ശബരിമല കർമ്മസമിതി കക്ഷിയാണ്. ഇതെല്ലാം RSSന്റെ സംഘടനകളാണ്. അവരെല്ലാം കക്ഷിയാണ്. സുപ്രീം കോടതി വിധിയെ മറികടക്കാൻ കമ്പും തല്ലും തെറിവിളിയും പിണറായി വിജയനെ ചീത്ത വിളിച്ചുകൊണ്ട് ശബരിമലയിൽ പോയാൽ സുപ്രീം കോടതി വിധി മറികടക്കാൻ പറ്റുമോ? അങ്ങനെ സുപ്രീം കോടതി വിധി മറികടന്നു കൊണ്ടുപോകാൻ പറ്റുമോ? ഇവർ നിയമപരമായിട്ടല്ലേ ഒരു സുപ്രീം കോടതി വിധിയെ എങ്ങനെയാണ് നമ്മൾ ചലഞ്ച് ചെയ്യേണ്ടത്? അത് നിയമപരമായി നേരിടണം. ആ നിയമപരമായി നേരിടുന്നതിന് പകരം പച്ചത്തെറി വിളിക്കുക, സ്ത്രീകളെ വാഹനത്തിൽ നിന്ന് കുത്തിപ്പിടിച്ച് പുറത്തിറക്കുക, അവിടെ ചോറുണ്ട് കൊണ്ടുപോകുന്ന 10-60 വയസ്സുള്ള സ്ത്രീകളെ അവിടെ നിന്ന് തല്ലി പുറത്തിറക്കുക. ഇതാണ് വിശ്വാസം. ഏത് വിശ്വാസമാണ്? ഈ നീചമായ BJPയുടെ രാഷ്ട്രീയം ഇത് ജനങ്ങളോട് പറയും. ഇത് വിശ്വാസികളല്ല, ഇത് അവിശ്വാസികളാണ്. അവിശ്വാസികൾക്ക് മാത്രമേ ശരണമയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് പച്ചത്തെറി വിളിക്കാൻ കഴിയൂ. എന്തിനു പറയും? ദേവസ്വം ബോർഡിന്റെ അമ്പലത്തിൽ കാണിക്കയിടരുതെന്ന് പറഞ്ഞവരാണ് ഇവർ. ഏത് അമ്പലത്തിനെ ശക്തിപ്പെടുത്തുന്നത്? ഏത് വിശ്വാസത്തിനെ അവർ ശക്തിപ്പെടുത്തുന്നത്? ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പ്രതികരിക്കും. നമ്മുടെ വോട്ടർമാരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. തീർച്ചയായും ചോദ്യങ്ങൾ വളരെ ചുരുക്കി ചോദിക്കും. കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാർ ഒരു ട്രാൻസ്ജെൻഡർ പോളിസി എന്ന പേരിൽ ലോക്സഭയിൽ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ട്രാൻസ്ജെൻഡർ ബില്ല്, ആ ബില്ലിൽ വളരെ വ്യക്തിഹത്യ നടത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ പൗരന്മാരായി പോലും അംഗീകരിക്കാത്ത തരത്തിലേക്കുള്ളൊരു പ്രതിപാദനം ഉണ്ടായിട്ടുണ്ട്. മറ്റ് അവകാശങ്ങളൊന്നും മുൻനിർത്താതെ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ സമൂഹത്തിന്റെ പൊതു താല്പര്യത്തെ ഒന്നും പരിഗണിക്കാതെ ഒരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. ആ ബില്ലിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് BJP പ്രതിനിധി എന്ന നിലയ്ക്ക്? സുരേഷിനോടാണ് ചോദ്യം. ട്രാൻസ്ജെൻഡർ സമൂഹത്തെ മുഖ്യധാരയിൽ നിലനിർത്തണമെന്നും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെന്നും അവരെ സംരക്ഷിക്കപ്പെടണമെന്നുള്ള കാര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ആ വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ സഹോദരന്മാരോട് മുഴുവൻ ആൾക്കാരോടൊപ്പം എക്കാലത്തുമുണ്ട്. ഈ വന്നിരിക്കുന്ന ബില്ലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ആക്ഷേപങ്ങളുണ്ടെങ്കിൽ ആ ആക്ഷേപങ്ങൾ പരിഗണിക്കാമെന്ന് കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വരുന്ന സർക്കാർ അതിനെ സംബന്ധിച്ചുണ്ടായിരിക്കുന്ന ആക്ഷേപങ്ങൾക്ക് പരിഹാരം കാണുമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസമാണ് എന്നെ പോലെയുള്ള പാർട്ടി പ്രവർത്തകർക്കുള്ളത്. എനിക്ക് BJPയുടെ ജില്ലാ പ്രസിഡന്റ് അങ്ങയോടാണ് ചോദിക്കാനുള്ളത്. അങ്ങ് കുറച്ച് മുന്നോടെ പറയുണ്ടായി ദേവസ്വം ബോർഡിലെ ജീവനക്കാരെ ദ്രോഹിക്കുന്ന ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന്. അങ്ങയുടെ പാർട്ടിക്കാരെ തന്നെയല്ലേ കാണിക്ക ചലഞ്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? ദേവസ്വം ബോർഡിലെ 1250 പരം ക്ഷേത്രങ്ങളിൽ കാണിക്ക അർപ്പിക്കരുത് എന്ന് പറഞ്ഞ ഒരു കാണിക്ക ചലഞ്ച് കൊണ്ടുവന്നിരിക്കുന്ന നിങ്ങളല്ലേ? അത് കാരണം ദേവസ്വം ബോർഡിലെ ഒട്ടനവധി ജീവനക്കാരെ അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ കാര്യം നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. പക്ഷേ ഗോശാലകളും ആനകളും ഒരുപാട് ദേവസ്വം ബോർഡിലുണ്ട്. അവരുൾപ്പെടെ അനാഥരായി പട്ടിണിയായി മരണപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാക്കാൻ നിങ്ങളല്ലേ കാണിക്ക ചലഞ്ച് കൊണ്ടുവന്നത്? അതിനെപ്പറ്റി അങ്ങക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ മനസ്സിലാക്കുന്നത് ശബരിമലയെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്നും അടർത്തിയെടുത്ത് സ്വകാര്യവൽക്കരിച്ച് RSSന്റെയും BJPയുടെയും പ്രത്യേക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് കാണിക്ക ചലഞ്ച് പോലുള്ള ചലഞ്ച് കൊണ്ടുവന്നിരിക്കുന്നതാണ് മനസ്സിലാക്കി കഴിയുന്നത്. അങ്ങക്ക് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? തീർച്ചയായും ദേവസ്വം ബോർഡിൻ്റെ ജീവനക്കാർ വളരെ അർപ്പണ മനോഭാവത്തോടു കൂടി ഭഗവാനെ സേവിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് ജീവനക്കാരുമായിട്ട് BJPക്കോ വിശ്വാസികൾക്കോ ഒരു പ്രശ്നവുമില്ല. അങ്ങനെ അവരെ ബാധിക്കുന്ന എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ BJPയുടെയും വിശ്വാസികളുടെയും നിലപാട് അനുഭാവപൂർണ്ണമായിട്ട് തന്നെ ആയിരിക്കും. ഇപ്പോഴത്തതിനെ സംബന്ധിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ദൂരീകരിക്കാൻ ശ്രമിക്കും. അതാണ് അതിനെക്കുറിച്ച് പറയാൻ. നമ്മൾ തമ്മിൽ ഒരു തർക്കത്തിൻ്റെ വിഷയമില്ല. കാരണം നിങ്ങൾ ദൈവത്തെ സേവിക്കുന്നവരാണ്. ആ ഒരു ബഹുമാനവും സ്നേഹവും ആദരവും നിങ്ങൾക്ക് ലഭിക്കുന്നു. ഭഗവാന് കിട്ടുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നു. സർ, എനിക്ക് ഷഫീഖ് സാറിനോടാണ് ചോദിക്കാനുള്ളത്. തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഈ നമ്മുടെ ശശി തരൂർ മത്സരിക്കുമ്പോൾ 2 പ്രാവശ്യവും അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈ ട്രിവാൻഡ്രം നഗരത്തിനെ ബാഴ്സലോണ സിറ്റിക്ക് തുല്യമാക്കി കൊണ്ടുവരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എവിടെയാണ് ബാഴ്സലോണ സിറ്റിയുടെ ആ മനോഹാരിതയും ആ പച്ചപ്പും എവിടെയാണ് നമ്മൾ എത്തിപ്പെടുന്നത്? ഒന്ന്. മറ്റൊന്ന്, ഏറ്റവും വലിയ പ്രക്ഷോഭണങ്ങൾ ഈ തിരുവനന്തപുരം എയർപോർട്ട് പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഉയരുമ്പോൾ ഈ പ്രിയപ്പെട്ട MP എവിടെയാണ്? അദ്ദേഹം അമേരിക്കയിലാണെന്ന് സുരേഷ് പറയുകയുണ്ടായി. ആണോ എനിക്കറിയില്ല. അദ്ദേഹം എവിടെയാണ്? ആ പ്രക്ഷോഭ രംഗത്ത് അദ്ദേഹം എവിടെ നിൽക്കുന്നു? ഒന്ന്, ബാഴ്സലോണ നഗരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ശരിയാണ്.
കൃത്യമായിട്ട് തന്നെ ബാഴ്സലോണയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ചകൾ ആരംഭിച്ചിരുന്നു. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നിങ്ങൾക്ക് തന്നെ നെറ്റിക്കയറി നോക്കി അറിയാമല്ലോ. ബാഴ്സലോണ സിറ്റിയുടെ ഒരു ഇരട്ട നഗരമായി കേരളത്തിലെ തിരുവനന്തപുരം സിറ്റിയെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? നടന്നിട്ടില്ലെന്നാണോ വിശ്വസിക്കുന്നത്? ഒരു ചർച്ചയെങ്കിലും നടന്നിട്ടുണ്ടെന്നാണോ വിചാരിക്കുന്നത്? ഇല്ലെന്നാണോ വിചാരിക്കുന്നത്? ഞാൻ ചോദിച്ചതിന് ഉത്തരം തരൂ. ബാഴ്സലോണ സിറ്റിയിൽ പോയി ബാഴ്സലോണ മേയറുമായി ബന്ധപ്പെട്ട് പ്രാഥമിക ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം, നിങ്ങൾ ഈ രാജ്യത്തൊന്നും ഇല്ല, അമേരിക്കയിലാണെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ഒരു കാര്യം സഹോദര ഇടതുപക്ഷത്തിന്റെ എത്രയോ എം പിമാരുണ്ടായിരുന്നു സഹോദര. BJP-യുടെ ഇവിടെ പിന്നെ മന്ത്രി തന്നെ ഉണ്ടായിരുന്നല്ലോ, രാജഗോപാൽ. ഒറ്റ ചോദ്യം, ഇവിടെ UAE കോൺസുലേറ്റ്, ഈ റോഡ് നേരെ പോയാൽ UAE കോൺസുലേറ്റ് കാണാം. അവിടെ നിന്ന് അല്പം അങ്ങോട്ട് മാറിയാൽ റഷ്യൻ കോൺസുലേറ്റ് കാണാം. അതിന് അപ്പുറത്തോട്ട് മാറിയാൽ ജർമ്മൻ വിസ കേന്ദ്രം കാണാം. ഇതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം കൊണ്ടുവന്നത് നരേന്ദ്രമോദിയുടെ കാലത്ത് തന്നെ ആയിരിക്കും. പക്ഷെ കൊണ്ടുവന്നത് ആരെന്നറിയോ? ശശി തരൂര. ലോകത്തിന്റെ പരിചയം ഉപയോഗപ്പെടുത്തി ലോക കേന്ദ്രങ്ങൾ കൊണ്ടുവന്നതിൽ ശശി തരൂരിനുള്ള പങ്ക് അറിയണമെങ്കിൽ സഹോദരൻ ഈ പറയപ്പെടുന്ന സ്ഥാപനങ്ങളിൽ ഒന്ന് പോകണം. 1. 2, ലോക നഗരമായി വികസിക്കുന്നതിന്റെ ഒരു ലക്ഷണം കാണണമെങ്കിൽ ആറ്റിങ്ങൽ വഴി ഒന്ന് കയറി കഴക്കൂട്ടം വഴി കാരോട് വഴി പോകുമ്പോൾ അറിയാം ഇടതുപക്ഷത്തിന്റെ MP-യും കോൺഗ്രസിന്റെ ശശി തരൂരും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ. 2, ഓഖിയുടെ കാര്യം പറഞ്ഞല്ലോ. ഓഖി ഫണ്ട്, ഓഖിയുമായി ബന്ധപ്പെട്ട് ഓരോ മത്സ്യത്തൊഴിലാളി കുടുംബത്തിലും അന്നേ ദിവസവും പിറ്റതുമായിട്ട് നടന്നു പോയ ആളാണ് ശ്രീ ശശി തരൂർ. നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് പോയിട്ട് പങ്കായം കണ്ട് ഓടേണ്ടി വന്നു കേരളത്തിൽ 17ാമത്തെ ദിവസം. പങ്കായം കണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് ഓടേണ്ടി വന്നു എന്ന് പറയുമ്പോൾ പോലും മറിച്ചൊരു ഭാഗമുണ്ട്. 200ഓളം വരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഫ്ലാറ്റ് കെട്ടിക്കൊടുത്തു, എല്ലാ സൗകര്യങ്ങളോടും കൂടി ഫ്ലാറ്റ് കെട്ടിക്കൊടുത്തു. അതിനൊപ്പം 100-150 ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ സ്ഥലത്ത് പങ്കായം കൊടുത്തവർ മുഖ്യമന്ത്രി സ്വീകരിച്ചു. അതേ സ്ഥലത്ത് യോക്കി ദുരന്തമുണ്ടായപ്പോൾ ഈ ഗവൺമെന്റ് ചെയ്തത് എന്തൊക്കെയാണെന്ന് അവിടുത്തെ ജനങ്ങൾക്കറിയാം. മിസ്സിംഗ് ആയിട്ടുള്ളവർ, മരിച്ചവർ, എല്ലാ കുടുംബത്തിനും 20 കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? കുറച്ച് നേരം കൊണ്ട് പറയുന്നു ആറ്റിങ്ങിൽ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ആരാ അവിടെ തടസ്സപ്പെടുത്തിയത്? നിങ്ങൾ നോക്കണം. ഞാൻ പറയാം UDFന്റെ ഹൈവേ വികസനത്തിന്റെ പ്രശ്നം എന്താണ്? ഹൈവേ വികസനത്തിന് ആദ്യം വേണ്ടത് ഭൂമി ഏറ്റെടുക്കലാണ്. UDF ഭരിക്കുന്ന 5 വർഷക്കാലം ഇപ്പൊ ഏറ്റെടുത്തല്ലോ. ഇപ്പൊ സ്ഥലം ഏറ്റെടുത്ത് നിങ്ങൾ നോക്കണം. ഞാൻ പറയട്ടെ, 5 വർഷം ഈ തെറ്റായ ക്യാമ്പയിനൊന്നും കേരളത്തിൽ ഏശാൻ വേണ്ടി പോകുന്നില്ല. ഇവിടെ BJP-ക്കെതിരെ കോൺഗ്രസിനെതിരെ. കാരണം ഇവർ രണ്ടും ചെയ്യുന്നത് ജനവിരുദ്ധമാണ്. സാധാരണക്കാരന് ജീവിക്കുക. നിങ്ങൾ എത്ര പേർക്ക് തൊഴിൽ കൊടുത്തു? നിങ്ങൾ എത്ര പേരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നിലപാട് സ്വീകരിച്ചു? നിങ്ങൾ അഴിമതിയുടെ കാര്യത്തിൽ കോൺഗ്രസും BJP-ക്ക് എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. ഇപ്പോൾ ഇവിടുത്തെ കാര്യം നേരത്തെ കോൺഗ്രസ് നേതാവ് തന്നെ പറഞ്ഞു, മെഡിക്കൽ സ്റ്റോറുകാരുടെ നിന്ന് കൈക്കൂലി, പെട്രോൾ പമ്പുകാരുടെ നിന്ന് കൈക്കൂലി. എവിടെ നിന്നാ കൈക്കൂലി വാങ്ങാത്തത്? ഇതെല്ലാം ഇവർ തന്നെ റിപ്പോർട്ട് പുറത്തുവിട്ടതല്ലേ? കോൺഗ്രസിന് സമാനമായിട്ടുള്ള സ്വഭാവം തന്നെ. രാജ്യമെടുത്ത ഇപ്പൊ വ്യാപമഴു എത്ര പേരാ മരിച്ചത്? 50-ലധികം പേർ ഒരു കേസുണ്ട്. ആ കേസിന്റെ പേരിൽ 50-ലധികം വരുന്ന സാക്ഷികൾ ആത്മഹത്യ ചെയ്യുകയോ ദുരൂഹമായി മരണപ്പെടുകയോ ചെയ്തു. അപ്പോൾ ഈ അഴിമതിക്കെതിരെ നിലപാട് സ്വീകരിക്കും, ഈ തെറ്റായ സമീപനങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിക്കും. ഈ തിരുവനന്തപുരത്ത് ജനങ്ങളോട് ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവരുമെന്ന് പറഞ്ഞത് ശശി തരൂരാണ്. എന്നെ നിങ്ങൾ MP ആക്കൂ, 100 ദിവസം കൊണ്ട് ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവരും. 10 വർഷമായി ഹൈക്കോടതി ബെഞ്ച് വന്നിട്ടില്ല. ഈ ഹൈക്കോടതി ബെഞ്ചിന് വേണ്ടി സമരമുഖത്തിറങ്ങിയ ആദ്യ നേതാവ് ശ്രീ മരിച്ചുപോയ ശ്രീ വർക്കല രാധാകൃഷ്ണൻ സാർ, അദ്ദേഹം മരണപ്പെട്ടു. ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് സമ്പത്തിനോട് ചോദിച്ചു നോക്ക്, ഏത് സംസ്ഥാനത്തിന്റെയും ചീഫ് ജസ്റ്റിസുമാർ പ്രമേയം പാസാക്കി സുപ്രീം കോടതിക്ക് കൊടുക്കണം. അതാണ് ആദ്യത്തെ കടമ്പ. ആ കടമ്പ ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ നമ്മൾ നിരവധി തവണ ശ്രമിച്ചതാണ്. ഞങ്ങൾ ഇടതുപക്ഷത്തിനെ വെല്ലുവിളിക്കുകയാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഫുൾ കോറം ബെഞ്ച് പ്രമേയമായി തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവരാനുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ ഇവർ നടത്തുമോ? 2, ഇനി ഇതിനെങ്ങനെ മറികടക്കാം എന്നുള്ളതാണ്. ഇന്ത്യൻ പാർലമെന്റിന് പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യൻ പാർലമെന്റിൽ ശ്രീ നരേന്ദ്രമോദി അന്നൊരു ദിവസം പാർലമെന്റ് ഉണ്ടായിരുന്നു. ആ പാർലമെന്റിൽ ശ്രീ നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ ശശി തരൂർ ഉപയോഗിച്ച സ്വകാര്യ ബിൽ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തിന്റെ മാത്രമല്ല എല്ലാ ക്യാപിറ്റൽ സിറ്റികളിലും ഹൈക്കോടതി ബെഞ്ചുകൾ അനുവദിക്കണമെന്ന് പറഞ്ഞാൽ കേരളത്തിന് തിരുവനന്തപുരത്ത് കിട്ടുമല്ലോ. അതിനുവേണ്ടി സ്വകാര്യ പ്രമേയം അവതരിപ്പിച്ചു. വോട്ടിനിട്ട് തള്ളി BJP-യുടെ സ്പീക്കർ സുമിത്ര മഹാജൻ. ഇതാണ് കാര്യം. വളരെ ചുരുങ്ങിയ രണ്ട് കാര്യങ്ങൾ. ഈ എയർപോർട്ടിനെ കുറിച്ച് കുറച്ച് അവർ വാചാലരായി. എയർപോർട്ടും ഹൈക്കോടതി ബെഞ്ചും അതിനെക്കുറിച്ച് BJP പറയാതിരുന്നത് ശരിയാവില്ല. കാരണം ജയിക്കാൻ പോകുന്ന പാർട്ടിയാണ് തിരുവനന്തപുരത്ത്. അതുകൊണ്ട് തന്നെ പറയാണ്. ഒന്ന്,
ഹൈക്കോടതി ബെഞ്ചും അതോടൊപ്പം തന്നെ എയർപോർട്ടും വികസിക്കണമെങ്കിൽ, യാഥാർത്ഥ്യമാകണമെങ്കിൽ BJPക്ക് മാത്രമേ സാധിക്കൂ. കാരണം ഉമ്മൻചാണ്ടി ചീഫ് മിനിസ്റ്റർ ആയിരുന്നപ്പോഴും ആ സമയത്തുണ്ടായിരുന്ന ചീഫ് മിനിസ്റ്ററും ചീഫ് ജസ്റ്റിസും ചേർന്ന് കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടാൽ പരിഹരിക്കാവുന്ന വിഷയമാണ് ഹൈക്കോടതി ബെഞ്ച്. ഉമ്മൻചാണ്ടി ചീഫ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ ചീഫ് ജസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ട് അത് പരിഹരിക്കാൻ ശ്രമിച്ചില്ല. പിണറായി വിജയൻ ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്തും ചീഫ് ജസ്റ്റിസുമായി ബന്ധപ്പെട്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നില്ല. കാരണം തിരുവനന്തപുരത്ത് വരരുത് എന്ന് ഇവർ രണ്ടുപേരും ആഗ്രഹിക്കുന്നു. ഒന്ന്. രണ്ടാമത് എയർപോർട്ടിന്റെ വിഷയം. ഈ തിരുവനന്തപുരത്തെ നന്നാക്കാൻ അദാനിക്ക് സാധിക്കുമെങ്കിൽ അദാനിക്ക്, യൂസഫ് അലിക്ക് സാധിക്കുമെങ്കിൽ യൂസഫ് അലിക്ക്, രവി പിള്ളയ്ക്ക് സാധിക്കുമെങ്കിൽ രവി പിള്ളയ്ക്ക്, ആരെങ്കിലും തിരുവനന്തപുരം എയർപോർട്ട് നന്നാക്കട്ടെ. പിണറായി വിജയൻ ഉമ്മൻചാണ്ടിക്ക് സാധിക്കില്ല എന്ന് 60 വർഷം കൊണ്ട് ബോധ്യമായില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന കൊച്ചിൻ എയർപോർട്ടിന് വേണ്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന കണ്ണൂർ എയർപോർട്ടിന് വേണ്ടിയുമുള്ള ലോബിയാണ് ഇവിടെ നടക്കുന്നത്. തിരുവനന്തപുരം എയർപോർട്ടിനെ നശിപ്പിക്കുകയാണ്. ഇതിനെ ഉയർത്തിയെടുപ്പിക്കണമെങ്കിൽ BJPക്ക് മാത്രമേ സാധിക്കൂ. അത് സ്വകാര്യവൽക്കരണത്തിലൂടെ മാത്രമേ സാധിക്കൂ. അരി എത്രയെന്ന് ചോദിച്ചാൽ പാറങ്ങാഴി എന്ന് പറയും. ഇവിടെ പ്രശ്നം എന്താണ്? നിങ്ങൾ എന്തിനത് സ്വകാര്യ സർക്കാരിന്റെ ഭൂമി, സർക്കാർ ഏറ്റെടുത്തു കൊടുത്ത ഭൂമി, നിങ്ങൾ എന്തിനത് അദാനി എന്ന് കൊടുക്കാൻ പറയുന്നത്? വികസനമില്ല, മറ്റതാണ് ഞങ്ങൾ ഏറ്റെടുക്കാമെന്ന് അദാനിയിട്ട് 168 മുകളിൽ 150 രൂപ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് പിണറായി വിജയൻ ചെയർമാനായിട്ടുള്ള നിങ്ങൾക്ക് അദാനിയോടാണോ വിധേയത്വം? കേരളത്തിലെ ജനങ്ങളോടാണോ വിധേയത്വം? ഒരു ഗവൺമെന്റ് പറയുന്നു ഞങ്ങൾ ഇത് ഏറ്റെടുത്തുകൊള്ളാം, ഞങ്ങളുമായി അതുമായി ബന്ധപ്പെട്ട് കരാറുണ്ട്, ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കൊള്ളാൻ പറ്റില്ല, ഞങ്ങൾ നക്കാപ്പേശിക്ക് അദാനിക്ക് കൊടുത്തു. ഞങ്ങളുടെ 160 ഏക്കർ ഭൂമിയും അദാനിക്ക് കൊടുത്തു. തെരഞ്ഞെടുപ്പ് വരപ്പം കോൺഗ്രസ് ആയിരുന്നാലും BJP ആയിരുന്നാലും ഇത്തരം തെറ്റായ മുദ്രാവാക്യങ്ങൾ വെക്കരുത്. നിങ്ങൾ ഈ പറഞ്ഞ ഓരോന്നും കളവാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം, തിരുവനന്തപുരത്തെ ജനങ്ങൾക്കറിയാം. അതിൻ്റെ എല്ലാം രേഖകൾ വരും ദിവസങ്ങളിൽ ജനങ്ങളുടെ മുമ്പിൽ വരാൻ പോവുകയാണ്. അതിശക്തമായിട്ടുള്ള പ്രതിഷേധമായിരിക്കും തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവാൻ വേണ്ടി പോകുന്നത്. കേന്ദ്രത്തിൽ 543 അംഗ പാർലമെന്റിലേക്ക് ഇവിടെ നിന്ന് CPMന്റെയോ CPIയുടെയോ കേരളത്തിൽ നിന്നുള്ള 2-3 MPമാർ പോയിട്ട് കാര്യമില്ലെന്നും, ഇവിടെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിന്റെ ഒരെണ്ണം കൂടുതൽ വന്നാൽ അത് BJPയെ മറിക്കാൻ ഉതകും എന്നുള്ള രാഷ്ട്രീയം ഞങ്ങൾ ചർച്ച ചെയ്യും. രണ്ടാമത്തെ കാര്യം 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെതിരെ ഉണ്ടായിരുന്ന ആരോപണങ്ങളോ അങ്ങനെയുള്ള കാർമ്മികങ്ങളോ ഇപ്പൊ ഇല്ല. കോടിക്കണക്കിന് രൂപയുടെ പ്രോജക്റ്റുകൾ, ഓഖി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ നിറഞ്ഞ സാന്നിധ്യം, ഒരു ലോക നായകൻ എന്നുള്ള ഇമേജ് ഉൾപ്പെടെ മുന്നിട്ട് കൊണ്ട് പോകുമ്പോൾ സത്യത്തിൽ ഈ രണ്ട് മുന്നണിക്കും സ്ഥാനാർത്ഥി പോലുമില്ല. ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും ഷുവർ സീറ്റുകളിലൊന്നായി തിരുവനന്തപുരം മാറുമ്പോൾ BJPയെ 3ാം സ്ഥാനത്തെത്തിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പേയ്മെന്റ് സീറ്റുകളെങ്കിലും കൊടുക്കാതെ നല്ലൊരു കാൻഡിഡേറ്റ് ഇറങ്ങുമെന്നുള്ളതാണ് പറയുന്നത്. സത്യത്തിൽ ഇപ്പോൾ അവർക്ക് ഇപ്പോഴും കാൻഡിഡേറ്റ് ഇല്ല. വളരെ ചുരുക്കി ഒന്ന്, തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ശശി തരൂരിന് വളരെ നല്ലൊരു കാര്യം ശ്രീ ഷഫീർ പറഞ്ഞു. ശശി തരൂരിനെതിരെ ആരോപണം ഇല്ല, നേരത്തെ ഉണ്ടായിരുന്നു എന്ന്. ഇപ്പോൾ ശശി തരൂർ ആരോപണ വിധേയനല്ല, പ്രതിയാ. ഡൽഹിയിലെ കോടതിയിൽ ചെന്ന് ഭാര്യ മരിച്ചതിന്റെ പേരിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. രണ്ടാമത് BJPയെ സംബന്ധിച്ചിടത്തോളം ഈ കടലോര മേഖലയിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഇത്രയും കാലമായി കോൺഗ്രസുകാർക്കോ കമ്മ്യൂണിസ്റ്റുകാർക്കോ കൊണ്ടുവരാൻ സാധിക്കാത്ത, കടലോര മേഖലയിലെ സഹോദരന്മാർക്ക് ഗുണം ചെയ്യുന്ന ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപിച്ച ഭരണകൂടമാണ് BJP ഭരണകൂടം. അതുപോലെ തന്നെ 10% സംവരണം, മുന്നോക്ക ജനവിഭാഗങ്ങൾക്ക് 10% സംവരണം, പിന്നോക്കക്കാരുടെ സംവരണത്തെ ബാധിക്കാതെ അതുകൊണ്ടുവന്ന ഗവൺമെന്റാണ് BJP ഗവൺമെന്റ്. ഈ ഗവൺമെന്റിന് അനുകൂലമായിട്ടുള്ള ചിന്തയായിരിക്കും തിരുവനന്തപുരത്തുണ്ടാകുക. LDFന് സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ള ആക്ഷേപമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. മറുപടി പറയൂ. LDFന് കേരളത്തിലെ എല്ലാ മണ്ഡലത്തിലും ഏറ്റവും നല്ല സ്ഥാനാർത്ഥികൾ തന്നെ പ്രഖ്യാപിക്കും. 2004 വാജ്പേയിയെ തോൽപ്പിക്കാൻ കോൺഗ്രസിന് കൈപ്പത്തി ചിഹ്നത്തിൽ ഒരാളിനെ പോലും പാർലമെന്റിൽ തെരഞ്ഞെടുക്കാൻ വേണ്ടി സാധിച്ചില്ല. ഇവിടെ അതിനേക്കാൾ വലിയ വികാരമായിരിക്കും മോദിക്കെതിരെ ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ചരിത്രപരമായിട്ടുള്ള വിജയമായിരിക്കും കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിലുള്ള. പടക്കളത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ്. നിയമസഭയ്ക്ക് മുന്നിൽ നിന്നുമാണ് പടക്കളത്തിന്റെ ആദ്യ എപ്പിസോഡ് അരങ്ങേറിയത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ജനാധിപത്യ രാജ്യത്ത് വോട്ടർമാർ തന്നെയാണ് രാജാക്കന്മാർ. ആര് വീഴും ആര് വാഴും. വീണ്ടും നാളെ ഇതേ സമയം നമുക്ക് കണ്ടുമുട്ടാം. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ അഡ്വക്കേറ്റ് സുരേഷ്, അഡ്വക്കേറ്റ് BRM ഷഫീർ, ശ്രീ P. ബിജു, ഒപ്പം വോട്ടർമാർ എല്ലാവർക്കും നന്ദി, നമസ്കാരം.